കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 22 വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 16 അധ്യായം അതിൻ്റെ 22 വാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഒരിക്കൽ കൂടി നമ്മുടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. പരമസമ്പന്നനിധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമനസ. പരമസമ്പന്നനിധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമനസ. നിരുപമ പ്രഭയായിരുന്നവൾ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയായിരുന്നവൾ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിദനമാ അനുഭവിച്ചൊരു ജനമവൻ അനുദിന മനവതി അനുഗ്രഹപാരം അനുഭവിച്ചൊരു ജനമവൻ കണ്ണിമൊരു കണ്ണികയും എന്നിയെ നൽകിയ കടുമരം ചുമപ്പതും കാണി. കടുമരം ചുമപ്പതും കാണി. ദൈവകരുണയിൽ ധനമാകാമ്യം നാവാണ്യമോ. ദൈവകരുണയിൽ ധനമാകാമ്യം. അവതരിച്ചു
ഒരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ ദൈവകരുണയിൽ ധനമാകാര്യം നാവാൻ വർണ്ണമോ ദൈവകരുണയിൽ ധനമാകാര്യം നാവാൻ വർണ്ണമോ ദൈവകരുണയിൽ ധനമാകാര്യം കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ, ഈ സ്ഥലം സഭ, ഇവിടുത്തെ ശുശ്രൂഷകൻ, ഈ രാത്രിയിൽ വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോൺ പാസ്റ്റർ അവർകൾ, പ്രിയ രായനചായന്, സമീപവാസികൾ, ഈ ദേശത്ത് വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന സാക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ വാത്സല്യ ഭവനങ്ങൾ, ഇതിൻ്റെ മുമ്പിൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർ, ഗായക സംഘം, വിശേഷിച്ച് ബഹുമാനപ്പെട്ട സൈമച്ചനും നമ്മുടെ ജോജി പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനം. ഈ ദിവസങ്ങളിലൊക്കെ യാത്രയും ഉറക്കമുള്ളപ്പൊക്കെ ഉണ്ട്, കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ല, ജോജിപ്പാസ് അവിടെ വന്നപ്പോഴും വയ്യാതാ വന്നത്, ഇന്നും അങ്ങനെ തന്നെ. എന്നാൽ ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ തൊണ്ടയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ ഉറക്കമുള്ളപ്പം യാത്രയും ഏറെ സമയങ്ങളിലുള്ള സംസാരമൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന കോട്ടയാണ്. വീണ്ടും വീണ്ടും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. ആയിരിക്കും നല്ലത്. അവർക്ക് കൊടുക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള തിരുവെടുത്താണ് വായിച്ചത്. അതിലെ 22-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. ആരാ വായിക്കുന്നത്? എവിടെ നിന്നാ വായിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കഴിഞ്ഞ രാത്രികളിലൊക്കെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരിൽ കൂടി വിലപ്പെട്ട ആലോചനകൾ ദൈവം കേൾപ്പിച്ചു. അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. അതിനായിട്ട് സ്തോത്രം. ഈ രാത്രിയിൽ അല്പസമയങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 21-24 തിരുവെടുത്തുകൾ. ദൈവമക്കളായ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ ബോധ്യമാകും. കുറച്ചുകൂടെ അല്ല, എന്നേക്കാൾ നന്നായിട്ട് അറിയാം. പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങൾ ഉണ്ട്, നമുക്കറിയാം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. ഉപദേശപരമായിട്ട് ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ റോമാലേഖനം നമുക്കറിയാം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കൊരിന്ത്യാലേഖനം അതിലെ ഉപദേശം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ദൈവമക്കളുടെ വിശുദ്ധീകരണമാണ്. അതാണ് കൊരിന്ത്യലേഖനം.
അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് ഗലാത്യ ലേഖനം. അത് ദുഷ്ടതയ്ക്ക് മറവാക്കരുതെന്നേ ഉള്ളൂ. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കളുടെ സ്ഥാനമാണ് എഫേസ്യ ലേഖനം. അവൻ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നുള്ളതാണ്. ഇരിപ്പ് കണ്ടാലൊന്നും തോന്നുകയല്ല, കാടിക്കുഴി വീണതുപോലെ ആയിരിക്കുന്നത്. പക്ഷേ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോ ആനന്ദമേ. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തോ ആനന്ദമേ. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ വരം ആനന്ദമേ. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന. അപ്പൊ ശ്രദ്ധിക്കുക, എഫേസ്യ ലേഖനം അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കളുടെ സ്ഥാനം സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ ഇരിക്കുന്നവർക്ക് അമിതമായ ആത്മീക സന്തോഷം. അതാ ഫിലിപ്പിയ ലേഖനം, നമ്മുടെ സന്തോഷം. ഇങ്ങനെ സന്തോഷമുള്ള ദൈവമക്കൾക്ക് അവകാശമുണ്ട്. ചുമ്മാ വന്ന് കുത്തിയിരിക്കുക, നമുക്ക് അവകാശമുണ്ട്. ഇരിപ്പ് കണ്ടിട്ട് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓ, എൻ്റെ ഭാഷ ഞങ്ങൾ കുറേ നാളായി വന്നിട്ട് യാതൊരു അല്ലല്ല, നമുക്ക് അവകാശം വെച്ചിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അതാ കൊലോസ്യ ലേഖനം. അങ്ങനെയുള്ളവർക്ക് പ്രത്യാശയുണ്ട്. സ്തോത്രം. അതാണ് തെസ്സലോനിക്ക ലേഖനം. നമ്മുടെ പ്രത്യാശ യേശു വീണ്ടും വരും. അങ്ങനെ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് പ്രമാണമുണ്ട്. ബോധിച്ചതുപോലെ പോകാനും വരാനും ഒക്കത്തില്ല. അതാ തിമത്തിയോസിന്റെ ലേഖനോ തീത്തോസിന്റെ ലേഖനം. സ്തോത്രം. അങ്ങനെ പ്രത്യാശയോടെ ജീവിച്ച് പ്രമാണത്തോടെ നിൽക്കുന്നവർക്ക് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഫിലോമോന്റെ ലേഖനത്തിൽ ആ വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും കരുതി വെച്ചു. അതാ എബ്രായ ലേഖനം. നമുക്കൊരു നല്ല കരുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കരുതലുള്ള ദൈവമക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് യാക്കോബിന്റെ ലേഖനം. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, വിശന്നു വരുന്നവന് ആഹാരം കൊടുക്കണം, വസ്ത്രമില്ലാതെ ഒരുത്തൻ ഭാരപ്പെടുന്നെങ്കിൽ നമുക്ക് അത് ഉണ്ടെങ്കിൽ അവന് കൊടുക്കണം. അതാണ് യാക്കോബിന്റെ ലേഖനം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മാത്രം പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പുറത്തുകാരൻ കഞ്ഞി വെച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിൽ അരി ഉണ്ടെങ്കിൽ അവന് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് നീ തമ്പേറടിച്ച് പാട്ട് പാടണം. ഇല്ല, തമ്പേറെടുത്തിൻ്റെ തല തല്ലി പൊട്ടിക്കണം. അത്രേ ഉള്ളൂ. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിത്തളയുടെ അന്നേ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ നമുക്ക് കർത്തവ്യങ്ങളുണ്ട്. അതാണ് യാക്കോബിന്റെ ലേഖനം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ആ കർത്തവ്യബോധത്തോടെ നാം ജീവിച്ചു കഴിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് ഏറ്റവും നല്ലൊരു പ്രത്യാശ, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ കർത്താവിനോട് കൂടെയാണ്. പത്രോസിന്റെ ലേഖനം ഈ കഷ്ടതയുടെ നടുവിൽ തളർന്നു പോകാതെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾ ശരിയായ ദൈവസ്നേഹത്തിൽ ജീവിച്ചോണം.
അതാണ് യോഹന്നാന്റെ ലേഖനം. വാസ്തവമായ ദൈവസ്നേഹം. ഇതാണ് പുതിയ നിയമത്തിലെ ലേഖനത്തിന്റെ ഉപദേശങ്ങളായി പറയുന്നത്. വാസ്തവമായ ദൈവസ്നേഹം. അങ്ങനെ ഈ സ്നേഹത്തിൽ ഈ വിധത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് യൂദായുടെ ലേഖനം തരുന്ന പാഠം, വീഴാതെ വണ്ണം ദൈവം നിന്നെ സൂക്ഷിച്ചു നിർത്തും. അങ്ങനെ നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിച്ചു നിർത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഇങ്ങനെയാണ് പുതിയ നിയമത്തിലെ ലേഖനങ്ങളുടെ ഉപദേശപരമായ വിഷയങ്ങൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. അങ്ങനെ വീഴാതെ നിൽക്കുന്നവർക്ക് വേണ്ടി ലേഖനമല്ലെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് അവിടെ ഒരുക്കി വെച്ചിരിക്കുക. അത് നമ്മൾ ഇന്ന് രാത്രി കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 16 അധ്യായത്തിന്റെ 21 മുതലുള്ള തിരുവെടുത്ത വായിച്ചത്. വിശേഷിച്ച് 22 വാക്യം, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഓർപ്പിച്ചല്ലോ, വിശുദ്ധീകരണമാണ് കൊരിന്ത്യ ലേഖനം, വേർപാടും വിശുദ്ധിയും. അതാണ് കൊരിന്ത്യ ലേഖനം 2 ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. 1 ലേഖനത്തിൽ നമുക്കറിയാം 16 അധ്യായങ്ങളാണ്. വേഗത്തിൽ പഠിപ്പാൻ, പെട്ടെന്ന് മനസ്സിലാകാൻ 16 അധ്യായങ്ങളെ പ്രധാന വിഷയങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുമ്പോൾ 1 അധ്യായത്തിൽ കൊരിന്ത് സഭയിൽ പക്ഷം പിടിക്കുന്നു, അത് പാടില്ല. 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവര് ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3 അധ്യായത്തിലെ ഇവരുടെ ഇടയിലെ പിണക്കവും അസ്വസ്ഥതകളും കുടിയിരിക്കുന്നു. 4 അധ്യായത്തിലെ അറിവ് കണ്ടമാനം ചീർപ്പിക്കുന്നു. 5 അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലുമില്ലാത്ത നടപടിക്രമങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നു. 6 അധ്യായത്തിൽ ഇവർക്ക് വ്യവഹാരം ഉള്ള വിഷയത്തിൽ ഇവരെ ദൈവസഭയ്ക്കകത്തത് തീർക്കുന്നില്ല, വെളിയിൽ കൊണ്ടു കൊടുക്കുന്നു. 7 അധ്യായത്തിൽ കുടുംബ പ്രശ്നമാണ്. 8 അധ്യായത്തിൽ വിഗ്രഹാർപ്പിതത്തെ സംബന്ധിച്ച കഴിക്കാമോ കഴിക്കാൻ പാടില്ലയോ തർക്കം നടക്കുക. 9 അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. 11 അധ്യായത്തിൽ 2 വിഷയങ്ങളാണ്. 1 ഫാഷൻ, 2 തിരുമേശുകളുടെ ശരിയായ ഉപദേശം. 12 അധ്യായത്തിൽ പറയുക, കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതിരിക്കരുത്, അതൊക്കെ അറിയണം. 13 അധ്യായത്തിൽ അതിശ്രേഷ്ഠമായ വരം ദൈവസ്നേഹം. 14 അധ്യായത്തിൽ ഈ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവരെ കൃപാവരങ്ങളെ എങ്ങനെ വിനിയോഗിക്കണം, നിന്നിട്ടില്ല, ആ ഉള്ള കൃപാവരം എങ്ങനെ വിനിയോഗിക്കണം, അതാ 14 വിഷയം. 15 അധ്യായം നമ്മുടെ പ്രത്യാശയ്ക്ക് വീണ്ടും മാറ്റുകൂട്ടുന്ന അധ്യായമാണ്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർപ്പ്, അവർ പുത്തൻ ശരീരത്തോടെ വരുന്നത് വ്യക്തമായിട്ട് എഴുതിയില്ലെങ്കിലും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്കുള്ള രൂപാന്തരം, നമ്മുടെ പദവി, ഭാഗ്യകരമായ അനുഭവങ്ങൾ, ഇതാണ് 15 അധ്യായം. 16 അധ്യായത്തിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനമായ കാര്യം എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ല. കാരണം ഞായറാഴ്ച ചരതിച്ച് വെച്ചതെല്ലാം കൊണ്ടുവരണമെന്നുള്ളതാണ്. അതെല്ലാവർക്കും താല്പര്യമില്ല. അതെ, ഇതാണ് പ്രധാനമായിട്ട് ഈ 16 അധ്യായത്തിലുള്ള പ്രധാനമായ വിഷയം. ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ച് നമുക്കെടുത്ത വാക്യത്തോട് കൂറു പുലർത്താം. 1 അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, ഇത് പാടില്ല. ദൈവമക്കൾ പക്ഷം പിടിക്കരുത്. ഒരുവൻ അപ്പൊല്ലോസിന്റെ പക്ഷം, ഒരുവൻ കേബാബിന്റെ പക്ഷം, ഒരുവൻ പൗലോസിന്റെ പക്ഷം, ചിലര് ക്രിസ്തുവിന്റെ പക്ഷം, ഇത് പാടില്ല. നാം എല്ലാവരും ഒരപ്പത്തിന്റെ അംശങ്ങളാ, ഒരു ശരീരത്തിന്റെ അവയവമാണ്.
ഒരു കാര്യവും കൂടെ തെളിച്ച് പറയാൻ, ക്രൈസ്തവരായ പ്രിയപ്പെട്ടവരെ തമ്മിൽ തല്ലുകയും ബഹളം ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത്. ക്രൈസ്തവരെന്നുള്ളത് മാത്രമല്ല, ആരോടും പിണങ്ങുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്. ദൈവം സ്നേഹമാണല്ലോ. ഞാനെപ്പോഴും പറയും, അയലത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കരുത്, സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്, ഒരു സഭയെ കൂടുന്നവർ തമ്മിൽ കൊമ്പ് കോർക്കരുത്. ഇതെല്ലാം ചെയ്തേച്ച് നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയല്ല. ചുമ്മാ കാലും കയ്യും എല്ലാം ആയിട്ട് അടിക്കുക എന്നുള്ളത്, അമ്പേറെല്ലാം തല്ലിപ്പൊട്ടിച്ച് 3 മാസം കൂടുമ്പോൾ ഓരോ അമ്പേർ മേടിക്കണം. തന്നെയല്ല, കണ്ടമാനം മേപ്പോട്ടും കീപ്പോട്ടും ഈ ജഡത്തിൽ ചാടിയാൽ ഡിസ്കിന് തേയ്മാനം ഉണ്ടാകും, മുട്ടിനും ബുദ്ധിമുട്ട് വരും. അതാ പറഞ്ഞ അസ്ഥിക്ക് തേയ്മാനം. വെറുതെ കിടന്ന് ചാടരുത്, ചാടണം, ചട്ടത്തിൽ നിന്ന് ചാടണം. സഹോദരങ്ങളോട് മിണ്ടാത്ത ആൾക്കാരുണ്ട്, പെന്തിക്കോസിലും ഉണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുവൊന്നും വേണ്ട, നിങ്ങളിനി എങ്ങനെ നോക്കിയാലും എനിക്കത് വിഷയമല്ല. അയലത്തുകാരോട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും ഇല്ല, ഒരു കുറവും ഇല്ല. മൈക്ക് വെച്ചാ രാവിലെ പ്രാർത്ഥിക്കുന്നത്, ജനലെ കോളാമ്പി വെച്ചിരിക്കുക, അപ്പുറത്തെ വീട്ടുകാർ കേൾക്കാൻ. കർത്താവാകുന്ന യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുക. അവനുമായിട്ട് മിണ്ടിയിട്ട് എത്ര വർഷമായി? എനിക്ക് എല്ലാവരെയും അങ്ങോട്ട് ഈ വെട്ടത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് കാണാനും വേല. നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ. ഇതിനകത്ത് പക്ഷം പിടിക്കരുത്. സ്തോത്രം. നാം ഒരു അപ്പത്തിന്റെ അംശികളാണ്. ഒരു സഭയിൽ കൂടുന്നവരും തമ്മിൽ കൊമ്പ് കോർക്കരുത്. ക്ഷമിക്കണം, പൊറുക്കണം, സ്നേഹിക്കണം, മറ്റുള്ളവരെ കരുതണം, നമ്മേക്കാൾ അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണം. ഇതൊക്കെയാണ് യേശു പഠിപ്പിച്ചത്. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ, നിങ്ങളെ ഞാൻ എന്ന പോൽ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, അതാ ദൈവസ്നേഹം. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രമാണം സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ജാതികളുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് അലോക്യം ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഞങ്ങള് ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, നിനക്ക് കാശിന് വിവരമില്ല. ഇല്ല, ഈ പുസ്തകവുമായിട്ട് നീ വെറുതെ നടക്കുന്നതാ. അല്ല, സഭയെ വന്നാലും ചിലർക്ക് അങ്ങനുണ്ട്, അവരാണ് മറ്റേതാ. എന്നാ മറ്റേത്? ചെല്ലു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളോ? നിനക്ക് കാശിന് വിവരമില്ല ജോർജ് കുട്ടി. വേദവസായിട്ട് നീ വെറുതെ നടക്കുക.
വേദപുസ്തകത്തിലെ പ്രമാണം പറയാം. ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അങ്ങനെ വേദപുസ്തക പ്രമാണം അതങ്ങനെ തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാവർക്കും അതിൻ്റെതായ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഊന്നി പറയാം, ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിൻ്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിൻ്റെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ആരാധനയുടെ പേര് പറഞ്ഞ് അലോക്യമുണ്ടാക്കരുത്. അത് ശരിയല്ല. മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും ആദരിക്കുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഇങ്ങനെയുള്ള യോഗങ്ങൾ കൊണ്ട് അതാ നടക്കേണ്ടത്. അല്ലാതെ ഇട്ട കസാരയെല്ലാം ചവിട്ടി പൊട്ടിച്ച് കുടിക്കാൻ വെച്ച വെള്ളവും കാലും അടക്കി അടിച്ച് തെറിച്ച് പൊത്തോന്ന് വീണ് ബൈബിളും കാണാതെ പോയി കൊണ്ടുവന്ന കവണിയും കണ്ടില്ല. സ്തോത്രം. അതല്ല യോഗത്തിൻ്റെ വിജയം. നമുക്ക് പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം വരണം. അങ്ങനെയാണ് യോഗം വിജയിക്കുന്നത്. അത് അപ്പോൾ കൊരിന്തിയ സഭയിലെ പക്ഷം പിടിക്കുന്നു. അത് പാടില്ല. കൊരിന്തിലെ വിശ്വാസികള് നമ്പർ 1 വിശ്വാസികളാണ്. അവരെ പോലെ മുന്തിയ വിശ്വാസികൾ വേറെ ഇല്ല അക്കാലത്ത്. അവരുടെ ക്വാളിറ്റി വായിച്ച് 1-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ചാട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിനും പരിജ്ഞാനത്തിനും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. അപ്പോൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു കൃപാവരത്തിനും കുറവില്ല. നിങ്ങൾക്ക് ആ ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൊരിന്തി വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യാൻ താല്പര്യം വർദ്ധിക്കും. നിങ്ങളെ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ ശുശ്രൂഷകൻ നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിച്ചു വരണം. സ്തോത്രം. അപ്പൊ നിങ്ങളെ ഓർക്കുമ്പോൾ, പേര് പറയുമ്പോഴെല്ലാം സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കണം. അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെയാ ദൈവദാസന്മാരെ പറ്റി ഓർക്കുമ്പോൾ വിശ്വാസികൾക്കും സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കണം. ഞാൻ എല്ലായിടത്തും ഉദാഹരണം പറയാനുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇത് അകംകൂടി. ഞാനൊരു പേര് പറയാം. ആ പേരുള്ളവരുണ്ട്, അങ്ങ് ക്ഷമിച്ചേക്കണം. താവേ അകംകൂടിയിലെ പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. സഭയ്ക്ക് ഒരു മുതല. കൈയടിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും യോഗങ്ങൾ മുടക്കാതെ ആത്മീക ഭൗതിക കാര്യങ്ങൾ കൂട്ടായ്മ കാണിച്ച് യോഗത്തിന് വന്നാലും പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു പിതാവാണ്. ദൈവം സഹായിക്കണം, ആയുസ് കൊടുക്കണം, ദീർഘായുസ് കൊടുക്കണം, ഇങ്ങനെ പറയിപ്പിക്കണം. ഇത് ചിലയിടത്ത് അങ്ങനല്ല. ദൈവമേ പാപ്പച്ചൻ വന്നിട്ടുണ്ട്, ഒരു അക്ഷരം മിണ്ടാൻ ദൈവം അനുവദിക്കരുത്. കഴിഞ്ഞ ആഴ്ചയും വന്ന് കുരുക്കൊപ്പിച്ചാ പോയത്. പിന്നെയും വന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ, സിംഹത്തിൻ്റെ വായ അടച്ച ദൈവമേ, പാപ്പൻ്റെ വായ അങ്ങനെ പറയിപ്പിക്കരുത്. കർത്താവേ, മേരിക്കുട്ടി മാമ വന്നിട്ടുണ്ട്, സഭയ്ക്ക് അനുഗ്രഹമാണ്. പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, ആരാധിക്കും. ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും ഒരു അനുഗ്രഹമാണല്ലോ. ആമേൻ. മാതാവിന് ദീർഘായുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, നന്മ കൊടുക്കണം, ഒരു കുഴപ്പവും വരരുത്. ആമേൻ. ദൈവമക്കളെ ബഹുമാനിക്കുന്ന മാതാവാണല്ലോ. ദൈവദാസന്മാരെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന മാതാവ് അനുഗ്രഹിക്കണം, ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കണം. ഇത് നേരെ തിരിച്ച കർത്താവേ, മേരി വന്നിട്ടുണ്ട് എന്ന് വന്നാലും കൂട്ടിപ്പിടിപ്പിരുന്നോണയും കൊതിയും പറഞ്ഞൊരു കലക്കം ഉണ്ടാക്കാതെ തള്ള പോകുക. ഇന്നും വന്നിട്ടുണ്ട്. ദൈവം തടയണമേ, നാവിനെ ബന്ധിക്കണമേ, മേരി അനങ്ങാൻ ദൈവം അങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കൊരിന്തിലെ വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിനെ സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കുക. കൈമച്ച ഇവിടെ വന്നിരിക്കും, മതി ഫോട്ടോ എടുത്ത്. ഇതിന് ആർക്കാ ഇതിനും വേണ്ട അയക്കുന്നത്? ഇവിടെ വന്നിരിക്കും, ഉള്ള ഫോട്ടോ ഇവരൊക്കെ വിറ്റ് നടന്ന് ഫോട്ടോ എടുക്കുക. അവിടെ നീ ആർക്കാ ഇതിനും വേണ്ട ഫോട്ടോ? ആർക്കാ? ഗുണമുള്ള കാര്യമായി പറഞ്ഞു തരുന്നേ. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി മറുവശം, ഞങ്ങൾ ദൈവദാസന്മാരെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കണം.
കർത്താവേ, ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ ആമേ അനുഗ്രഹമാണല്ലോ. ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ പാട്ടും പ്രാർത്ഥന ആരാധനയും ഒക്കെ വളരെ അനുഗ്രഹമാണ്. സഭയ്ക്ക് അനുഗ്രഹം. എല്ലാവരും ഒരുപോലെ കരുതുകയും കാണുകയും ചെയ്യുന്ന ആ ദൈവദാസൻ ആമൻ മറ്റു വേറുകൃത്യം ഒന്നും അധികം കാണിക്കാതെ ആമൻ വളരെ മാന്യമായി ജീവിക്കുന്ന കർത്തൃദാസൻ ആമൻ ദൈവമക്കൾക്ക് അനുഗ്രഹമാണ്, ദേശത്തിന് അനുഗ്രഹമാണ്. ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കണം. ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കണം. സ്തോത്രം. അല്ലാതെ തിരിച്ചു പ്രാർത്ഥിപ്പിക്കരുത്. ദൈവമേ എത്രയും പെട്ടെന്ന് മാറ്റണം, 3 കൊല്ലമായി പോകുന്ന ലക്ഷണവും ഇല്ല, ഇതും വലിയ മെനകേടായി തീർന്നിരിക്കുന്നല്ലോ, വേറൊരെണ്ണത്തിനെ കിട്ടാനും ഒക്കുന്നില്ല, ഇത് വയ്യാവേലിയാന്നല്ലോ. അങ്ങനല്ല. അപ്പൊ അന്യോന്യം ഈ വിധത്തിൽ നമ്മൾ സ്തോത്രം ചെയ്യിപ്പിക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവ കൃപനിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും വായിക്കേ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. ഇവര് സാക്ഷിയുള്ളവരാ, സാക്ഷി പറയുന്നവരെ 5 മിനിറ്റ് കൊടുത്താൽ 50 മിനിറ്റ് പറയും. പപ്പും തൂവലും തൊങ്ങലും പൊടിപ്പും വെച്ച് പറയാൻ അതിമെടുക്കാം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ചെറിയ വിഷയം കൊടുത്താൽ മതി, കുറഞ്ഞു വരുമ്പോൾ അതുപോലെ ഒപ്പിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് നല്ല സാക്ഷ്യമുള്ളവരാ, സാക്ഷി പറയും. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ. ഇവരെല്ലാത്തിനും മുൻപന്തിയില്ല, സകലത്തിലും. ഒരു കാര്യത്തിലല്ല, മുഴുവനും മുൻപന്തിയില്ല, സകലത്തിലും. എന്നിട്ട് പറഞ്ഞ വിശേഷാൽ സകല വചനത്തിലും. വചനത്തിൽ നല്ല നമ്പർ 1 ആൾക്കാരാ കൊരിന്ത് വിശ്വാസികൾ. ഭയങ്കര തിട്ടമാ വചനത്തിൽ. ദൈവദാസന്മാര് കുറുവാക്യം വായിക്കാൻ പറയാ, ഇന്ന് ഇതിലേക്കൂടെയൊക്കെയാ പോകുന്നത്. അത്രയ്ക്ക് തിട്ടമാ. തിട്ടം കാരണം ചിലർ ബൈബിള് പോലും കൊണ്ടുവരികയല്ല. എനിക്കിഷ്ടം അവര് തിട്ടമുണ്ടല്ലോ. ഇനി അഥവാ കൊണ്ടുവന്നാൽ പോലും തുറക്കത്തുമില്ല, കാരണം നല്ല തിട്ടമായി ഇവർക്ക്. അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമാണ്. വചനത്തിൽ തിട്ടമുണ്ടല്ലോ. അപ്പോൾ ഇവര് വചനത്തിൽ നല്ല പ്രഗത്ഭരാ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനെ നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പിന്നെ സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. പരിജ്ഞാനത്തിൽ സമ്പന്നരാ. കൊരിന്തിലെ വിശ്വാസികൾ നല്ല പരിജ്ഞാനമുള്ളവരാ. അതുകൊണ്ട് പെട്ടെന്ന് കൈയടിക്കോ ഗ്ലോറി പറയോ അല്ലേലിയ പറയോ ഒന്നും ചെയ്യല. യോഗത്തിന് വന്ന് വളരെ പരിജ്ഞാനത്തോടിരിക്കും. നമ്മൾ പറയാ കൈയടിക്കുന്നവർ, അത് പരിജ്ഞാനം ഒന്നും ഉള്ളതല്ല. ഇതോ അത് പരിജ്ഞാനമുള്ള പുള്ളി. അങ്ങനെ പെട്ടെന്നൊന്നും എടാ യോഗത്തിന് വന്ന് മൂങ്ങാമൂളി ഇരിക്കുന്നത് പോലെ അതാണോ പരിജ്ഞാനം? അല്ല. യോഗത്തിന് വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടുകയും കൈയടിച്ച് പാടുന്ന പാട്ട് പാടുമ്പോൾ കൈ ഉണ്ടെങ്കിൽ അടിച്ച് പാടുകയും കർത്താവിൻ്റെ ദാസന്മാർ നടത്തിപ്പുകാർ ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവം ചെയ്യുന്ന നന്മകളും ഉപകാരങ്ങളും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും അതാ പരിജ്ഞാനം. അല്ല ഞാൻ സെക്രട്ടറിയാ, ട്രഷറാ, കൗൺസിലാ, കമ്മിറ്റിയില്ല, ഞാൻ വലിയ പുള്ളിയാ എന്ന് പറഞ്ഞ് അനങ്ങാതെ മൂല കയറിയിരിക്കുന്നതല്ല പരിജ്ഞാനം. അത് വിവരക്കേടാ. ഇവരെ പരിജ്ഞാനമുള്ളവരാ, നല്ല പരിജ്ഞാനം, വചനത്തിൽ തിട്ടം, നല്ല പരിജ്ഞാനം. അതാണ് കൊരിന്ത് വിശ്വാസികളുടെ വിശേഷത. ഇങ്ങനെയുള്ള ഇവരുടെ കയ്യിൽ പക്ഷം പിടിക്കുന്നു, അത് പാടില്ല. 1-ാം അധ്യായത്തിൽ കർക്കശമായിട്ട് ഇവരെ ശാസിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഉപദേശം പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. ഇപ്പൊ സഭയ്ക്കകത്ത് ഉപദേശം പറയാനൊക്കത്തില്ലല്ലോ. പറയാൻ പറ്റുമോ? ഒരു പൊത്തുപരുത്തത്തിലൊക്കെ എന്തെങ്കിലും പറയാന്നുള്ളൂ. തീർത്തുപദേശം പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അന്നേരം അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ ആക്കും. പിന്നെ നിലം തൊടിയിക്കുകയല്ല, തീർത്തൊന്ന് ഉപദേശം പറഞ്ഞ്. കുഴപ്പമില്ല, ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷേ പാസ്റ്റർ അധിക നാൾ ഇവിടെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ബ്ലേഡുകാരനുള്ളിടത്ത് 15-ാം സങ്കീർത്തനം നിനക്കൊന്ന് പ്രസംഗിക്കാവോ? ബ്ലേഡ് കുഞ്ഞച്ചൻ ഇരിക്കുക, എനിക്ക് അവിടെ 15 പറയാവോ? വായിച്ചു വിടാം, അല്ലാതെ 15 വിശദീകരിക്കാനൊന്നും കുഞ്ഞച്ചൻ കയറി കൊമ്പ് കോർക്കും. സ്തോത്രം. എഫേസ്യർ 6:1 പറയാവോ? അപ്പനെയും അമ്മയും അന്വേഷിക്കാത്ത ആൾക്കാരുണ്ട്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തതുണ്ട്, മക്കളെ സംരക്ഷിക്കാത്തവരുണ്ട്. വിശദീകരിച്ച് പറയാൻ പറ്റുമോ? സ്തോത്രം.
അല്ല ഇപ്പോൾ ഉപദേശം എന്തിനെ ഇപ്പോൾ ഒന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ മനോഭാരമാണ്. പെന്തിക്കോസുകാരുടെ തന്നെ കല്യാണത്തിന് എന്നേ ഒരുക്കിക്കൊണ്ട് വരുന്നത് എന്താ ഇത്? ആര് പറയാനാ, ആര് നിയന്ത്രിക്കാനാ? ഏകപട എമ്പട തെറുപട ചമ്പട, ആരും പറയാനൊക്കത്തില്ല. ഏതേലും ഒരു ഉപദേശിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ ഉണ്ടായിരിക്കും എന്തൊക്കെ അതിൻ്റെ ഇങ്ങനെ വന്ന് ചോദിക്കും. ആര് പറയാനാ? കല്യാണത്തിന് ഉഭയസമ്മതത്തിന് ഉടമ്പടി കൊടുക്കുന്നതിന് മുമ്പേ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോ അല്ലേ അടിച്ചു വരുന്നത്, അല്ലേ? എന്നാ നിങ്ങൾ തർക്കിക്കുന്നത്? ഞാൻ പിന്നെ കൺവെൻഷൻ ആയതുകൊണ്ട് അങ്ങ് അടങ്ങുക. ആര് പറയാനാ? ഉഭയസമ്മതത്തിന്റെ ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുത്താൽ അല്ലയോ ഭാര്യയും ഭർത്താവുമായി തീരുന്നേ. പക്ഷേ നമ്മൾ കല്യാണത്തിന് അവിടെ ചെന്നിരിക്കും അടിച്ചു തന്നതിനകത്താണ്ട് അവർ കണ്ട കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ. നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞതല്ല. ആരിത് പറയും? ഉടുത്തോണ്ട് വരുന്ന വസ്ത്രമോ ഇവിടെ മുതൽ ശരീരം മുഴുവൻ കാണത്തക്ക വിധത്തില്ല. ഒന്നേ കല്യാണം നടത്തുന്ന പുള്ളി പറയണം, ഇല്ലേ ലോക്കൽ സഭയിലെ ശുശ്രൂഷകൻ പറയണം. മിണ്ടാനൊക്കത്തില്ല. കാശുള്ള ചായൻ്റെ മോളെ കൊണ്ടുവരുന്നെങ്കിൽ നിന്നെ എടുത്ത് ഇണ്ടനടിക്കും. കാശുള്ള ചായൻ്റെ മോളെ ഒരുക്കിക്കൊണ്ട് വരുന്നെങ്കിൽ ആര് പറയും? എന്നെ ഇരുന്ന് വെള്ളം കുടിക്കുന്നത് ഇതെല്ലാം കേട്ടു മുത്തം വെള്ളം കുടിക്കുന്നേ. കുടിച്ചോ, ഇനിയിപ്പം കുറച്ചുകൂടെ വെള്ളം കുടിക്കും മിക്കവാറും. ആര് ഉപദേശം പറയും? ഉപദേശം പറയാനൊക്കത്തില്ല. പ്രശ്നങ്ങളാ. അത് ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികം പോകുന്നില്ല. സ്തോത്രം. പിന്നെ പാവത്തങ്ങൾ വല്ലവരും ആണെങ്കിൽ അന്നേരം അടിയന്തര കമ്മിറ്റി കൂടി പിന്നെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ വന്ന് അടിയന്തര കമ്മിറ്റി കൂടി നടപടിയെടുത്തു. 6 മാസം മുടക്കി അല്ലേ മിണ്ടരുത്. അപ്പടി വലിയ പുള്ളി ചെയ്താലോ? വാദമുള്ളിടത്തല്ലേ കോച്ചുകൊള്ളു. ഉപദേശം കൈക്കൊള്ളുന്നില്ല, ഉപദേശം പറയാനും ഒക്കത്തില്ല. മലാഖി പ്രവചനത്തിൽ വായിക്കുന്നത് പുരോഗമന സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അതിരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കണമെന്നാണ്. വായിച്ചേ ആ വാക്യം 2:7 വായിച്ചേ. മലാഖി 2:7 നമുക്കറിവുള്ള വാക്യമെങ്കിലും സന്ദർഭം എന്തുകൊണ്ടെന്ന് വായിച്ചു. മലാഖി 2:7 പെട്ടെന്ന്. അകൃത്യമിട്ട് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അതിരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അതിരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കണം. കർക്കശമായിട്ട് ഉപദേശം കൊടുക്കണം. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ അത് നമ്മുടെ വിഷയമല്ല. കർക്കശമായി കാര്യം പറയണം. ചിലപ്പോൾ കൈ തന്നെന്ന് വരാം, ചിലപ്പം കൈക്ക് ഒരു താങ്ങ് കിട്ടിയെന്നും വരാം. അതൊക്കെ ഇതിനകത്തുള്ളതാണ്. സ്തോത്രം. ആട്ടെ, വിവരിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ ഉപദേശം ഒന്നും കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിൽ ഇവരുടെ ഇടയിലെ പിണക്കം 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യയും പിണക്കവും. 1-ാം അധ്യായത്തിൽ എന്തോ ഉണ്ടെന്നാ വായിച്ചേ? ഒരു കൃപാവരത്തിലും കുറവില്ല. എല്ലാം ഉണ്ട്, കൃപാവരം എല്ലാം ഉണ്ട്. വിവേചിച്ച് കഴിഞ്ഞപ്പോൾ 3:3 പറയാ നിങ്ങളുടെ ഇടയിലെ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കർക്കശമായിട്ട് ഇവരെ ക്രമീകരിക്കാൻ ശാസിച്ച് ഉപദേശത്തെ നിലനിർത്താനായി കൊരിന്തി ലേഖനം എഴുതിയത്. ഞാൻ നിങ്ങളുടെ ചിലരുടെ മുഖത്തിന് ഒരു മ്ലാനതയും ഇപ്പം ചിലർ ചിന്തിക്കുക വന്നു പോയല്ലോ. ഇപ്പം ചിലർക്ക് പോണമെന്നുണ്ട്. നിങ്ങളുടെ ലക്ഷണം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഇരിക്കുന്നത് ചിന്താഗതി ഇതാ, അയ്യോ അയാൾ വിവരമുള്ളവനല്ല, എഴുന്നേറ്റാൽ അയാൾ വല്ലോ മൈക്കിൽ കൂടെ വിളിച്ച് പറയാം. കാക്കാശിന് ബോധമുള്ളവനല്ല ഈ വന്നേക്കുന്നത്. അപ്പം എഴുന്നേറ്റെങ്ങാനും പോയാൽ അയാൾ 8 നാടും പോട്ടെ മൈക്കിൽ കൂടെ വിളിച്ച് പറയും. ഇനിയിപ്പോൾ ഇന്ന് സഹിക്കുക അല്ലാതെ എനിക്കിരിപ്പ് കാണുമ്പോഴൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ഓരോ അധ്യായത്തിലൂടെ കയറി ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. സ്തോത്രം. 3-ാം അധ്യായത്തിൽ പിണക്കം, 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു. ചുമ്മാ ഇരുന്നങ്ങ് വീർക്കുക, കരമാക്രി ഇരിക്കും പോലെ. മാക്രി ചുമ്മാ ഇരുന്നിങ്ങനെ ഒന്നുമില്ല, ചുമ്മാ അങ്ങ് വീർക്കുക.
ഏതാണ്ടൊക്കെ അറിയാവുന്നൊരു ചിന്ത. ഈ ചിലരുടെ ആ പോക്കും വരവും ഭാവവും ഇരിപ്പും നിപ്പും ഒക്കെ ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയ ഏതാണ്ടെല്ലാം അറിയാന്നുള്ള അഹംഭാവമാണ്. പുസ്തകക്രമം തെറ്റാതെന്ന് പറയാൻ പറഞ്ഞ അവൻ ഉണ്ടയിട് വന്നാൽ ഞാൻ നാളെ വരാമെന്ന് പറയും. പക്ഷെ അഹങ്കാരത്തിന് കുങ്കിനൊരു ഇതുമില്ല. സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നമുക്ക് എല്ലാം ഏതാണ്ട് അറിയാം, നമ്മൾ മിടുക്കരാന്നൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയും, വേദപുസ്തകം പഠിക്കും തോറും നമുക്ക് മനസ്സിലാകും നമുക്കൊന്നും അറിയത്തില്ലെന്ന്. ഇത് പഠിക്കും തോറും ധ്യാനിക്കും തോറും ദൈവദാസന്മാരിൽ കൂടി ഓരോരോ വചനങ്ങളും വചനത്തിൻ്റെ ആഴങ്ങളും കേൾക്കും തോറും നമുക്ക് മനസ്സിലാകും നമുക്കൊന്നും അറിയത്തില്ല. 2, ഓരോരോ വചനങ്ങൾ കേൾക്കും തോറും എൻ്റെ അനുഭവമാണ്, നമുക്ക് കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. പോഷനാകുന്ന പൊട്ടനാകുന്ന യോഗ്യതയില്ലാന്ന് എനിക്ക് ഇത് കേൾക്കാനും അറിയുവാനും ദൈവം ഭാഗ്യം തരുന്നല്ലോ. ആ കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. ബേഥലേംപുരി മുതൽ കാൽവരി കുരിശോളം, ബേഥലേംപുരി മുതൽ കാൽവരി കുരിശോളം വേദനപ്പെട്ടു മമ വേദനയാകറ്റിയ, വേദനപ്പെട്ടു മമ വേദനയാകറ്റിയ ശ്രീയേശുനാഥൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി ധാരയിൽ വന്ന ശ്രീയേശുനാഥൻ സ്നേഹം. അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും, അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും അകലവും നീളവും അറിയുവാൻ ബോധിക്കുന്നു. അകലവും ശ്രീയേശുനാഥൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി ധാരയിൽ വന്ന ശ്രീയേശുനാഥൻ സ്നേഹം. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ 2 കാര്യം നമുക്ക് ബോധ്യപ്പെടണം. 1, നമുക്കൊന്നും അറിയത്തില്ല. 2, നമ്മുടെ കർത്താവിനോട് സ്നേഹം വർദ്ധിക്കണം. ഞാനിതിന് യോഗ്യനല്ലായിരുന്നല്ലോ, യോഗ്യയല്ലായിരുന്നല്ലോ, ഇതിനൊന്നും അർഹതപ്പെട്ടവനല്ല. എന്നാൽ അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ഇത് കേൾക്കുവാനും ധ്യാനിക്കുവാനും അറിയുവാനും പഠിക്കാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. സ്നേഹം വർദ്ധിക്കണം. അപ്പൊ 4-ാം അധ്യായത്തിൽ ചുമ്മാ ഇരുന്ന് അറിവ് ചീർപ്പിക്കുക, ഏതാണ്ടെല്ലാം അറിയാന്നുള്ള ഭാവമാണ്, അകംഭാവം. ഞാൻ പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നാമം ജപിക്കുന്ന കൂട്ടത്തിൽ വരികളെല്ലാം മറന്നുപോയി. അതിലിങ്ങനെ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമെങ്ക, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് ചൊല്ലിട്ടുള്ളതാ. ആനന്ദ ചിന്മയകരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായ വേണമിക പോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. പണ്ട് ചൊല്ലിട്ടുള്ളതാ, ചൊല്ലിട്ടില്ലേ? ഞാനെന്ന ഭാവം. അപ്പൊ അത് പാടില്ല. നമുക്ക് ഏതാണ്ടല്ലേ അറിയാം എന്നുള്ളൊരു ചിന്ത, നമുക്കൊന്നും അറിയത്തില്ല. സ്തോത്രം. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടി ദോഷങ്ങൾ അവൻ വേർപെട്ട സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നു. അതിനെ ശാസിച്ച് ക്രമീകരിക്കുവാൻ തുനിയുന്നില്ല, അനുദപിക്കുന്നില്ല. അതാണ് 5-ാം അധ്യായത്തിൽ കർക്കശമായി ശാസിച്ചു. 6-ാം അധ്യായത്തിൽ ഓർപ്പിച്ചില്ല വ്യവഹാര വിഷയം. ഇവർക്ക് വ്യവഹാരം ഉണ്ടാകുമ്പോൾ അത് പുറത്തു കൊണ്ട് കൊടുക്കുക. നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ വ്യവഹാരം പരിഹരിക്കാൻ കഴിവുള്ളവര്? ഉണ്ടല്ലോ, അല്ലേ? പരിജ്ഞാനമുള്ള, പക്വതയുള്ള, വചനത്തിൽ തിട്ടമുള്ള, ഉപദേശത്തിൽ നല്ല അറിവുള്ള സീനിയറായ കർത്തദാസന്മാരും പരിജ്ഞാനമുള്ള മൂപ്പന്മാരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവരത് പരിഹരിക്കട്ടെ. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നീ അത് വെളിയിൽ കൊണ്ടതിനാ കൊടുക്കുന്നത്, അകത്ത് തീർക്കണ്ടേ? കോടതി, കേസ്, വഴക്ക്, പുക്കാറ് ഇതിനൊന്നും പാടില്ലെന്നായി പറഞ്ഞ എൻ്റെ അർത്ഥം. സ്തോത്രം. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നമാണ്.
ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ളതായ യോജിപ്പും ജീവിതചര്യയും എല്ലാം പരിഹാരം ഉണ്ടാക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിച്ച് കീഴ്പ്പെടണം, അങ്ങനെ ആ പ്രമാണം. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഇത് അടിസ്ഥാന പ്രമാണങ്ങൾ. മക്കൾ മാതാപിതാക്കളെ അനുസരിച്ച് മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ ശിക്ഷിച്ച് വളർത്തണം, പടികൊണ്ട് അടിക്കണം. അങ്ങനെ വേദപുസ്തകത്തിലെ പ്രമാണം. ഇപ്പം ഒന്നും പുതിയ നിയമമൊക്കെ കൊണ്ടുവന്ന് തൊടാനൊക്കുകയല്ല. ചില രാജ്യങ്ങളിലൊക്കെ കൊച്ചുങ്ങടയിൽ പിന്നെ പോലീസിൻ്റെ നമ്പരായിരിക്കുന്നത്, ഇടാന്ന് വിളിച്ചോടനെ അവൻ കുത്തും പോലീസ്. അന്നേരം അതിൻ്റെ അറിയാനുമുണ്ട്. ഇപ്പം ഇവിടെ ആയി വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ശാസിക്കാനും ശിക്ഷിക്കാനും ഒന്നും ഒക്കത്തില്ല. പണ്ട് സ്കൂളിലാണെങ്കിലും സാറന്മാർ തല്ലുമായിരുന്നു, അന്നേരം പഠിക്കുകയും ചെയ്യും. പണ്ട് എൻ്റെ അനുഭവമാണ്. നിങ്ങളും ചിലർക്ക് അങ്ങനെ റോഡേ നടന്നു പോകുമ്പോൾ സാറ് പഠിപ്പിക്കുന്ന സാറ് വരുമ്പോൾ പേടിയാണ്. അയ്യോ സാറ് വരുന്നു, സാറ് പോയി കഴിഞ്ഞ് പോവുള്ളൂ. നോക്കും സാറ് പോയോ. ഇന്ന് സാറ് കൊച്ചുങ്ങളെ പേടിച്ച് കണക്ക്, അയ്യോ എൻ്റെ സ്റ്റുഡൻ്റാണ് വരുന്നത്, അവൻ പോയി കഴിഞ്ഞ്. കാരണം ഇവൻ്റെ നാടൻ പോപ്പാന്നോ ഇടികട്ടയാന്നോ സാറ് പേടിച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇടയിൽ നിൽക്കുക. എല്ലാം ഒത്തിരി വ്യത്യാസമായി. പണ്ട് ഞാനെപ്പോഴും പറയും, പ്രായമുള്ള അപ്പച്ചൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഉറക്കെ പോലും സംസാരിക്കുകയല്ല. ഇന്ന് അപ്പച്ചൻ പെങ്കൊച്ചങ്ങളെ പേടിച്ച് പാത്തിരിക്കുക. അവൾ ഭാര്യയോട് ചോദിക്കുന്നു, അവൾ പോയി കഴിഞ്ഞ് മിണ്ടാന്ന്. ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും ചിലർക്കൊക്കെ അറിയാം. കൊച്ചു പെൺപിള്ളേർ എടി ഉച്ചാനം ഇവിടെ ഇരിക്കുന്നു. പണ്ട് കാലത്ത് അങ്ങനെ. ഇപ്പോഴോ? അല്ല, ഇപ്പോൾ ഇച്ചായന്മാരില്ലല്ലോ, എല്ലാണ്ട് ആശ്വാസവനി വന്ന് കിടപ്പുണ്ട് മലന്ന്. ഇത് കൂടുതലൊക്കെ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? മാതാപിതാക്കളെ, ഞാൻ ഇന്നും ഞങ്ങളുടെ സഭയെ പറഞ്ഞ്, കൊച്ചുങ്ങൾക്ക് നീ വീടും വസ്തുവും എല്ലാം കൂടെ എഴുതി കൊടുക്കരുത്. എഴുതുകാന്നെ കാലശേഷം എന്നേ വെക്കാവൂ. മനസ്സിലാകുന്നുണ്ടോ? ഉള്ളതേ 2 സെൻറ്റോ 5 സെൻറ്റോ 10 സെൻറ്റോ ഉള്ളതാട്ടെ. എൻ്റെയും ചിന്നമ്മയുടെയും കാലശേഷം അങ്ങനെ എഴുതാവുള്ളൂ. ഞങ്ങൾ മരിക്കുന്നത് വരെ സർവ്വസ്വാതന്ത്ര്യം. അങ്ങനെയും കൂടെ വെണ്ടറിനോട് പറഞ്ഞാൽ വെണ്ടർ യാക്കോച്ചനെ എഴുതി തരും. അവർക്ക് എഴുത്ത് ഭാഷ ഉണ്ടല്ലോ. പിന്നെ അവരെഴുതുമ്പോൾ നല്ല ഒള്ളിച്ചെഴുതും. പണ്ട് ഒരാൾ ആധാരം എഴുതാൻ നേരത്ത് പറഞ്ഞു, കറിയാച്ചാ ഞാൻ എഴുതാൻ പോവാ. അയ്യോ എഴുതേ, ഞാൻ എഴുതാൻ പോവാ. അയ്യോ എഴുതിക്കോ, അതിനല്ലേ ഞാൻ വന്നത്, കാശ് എൻ്റെ കയ്യിലുണ്ട്, എഴുതുമേ. അയ്യോ പിന്നെയും ചോദിക്കുന്നത്. അല്ല, ഞാൻ എഴുതുമ്പം കറിയാച്ചൻ്റെ ഭാര്യ അച്ചുക്കുട്ടി ചെറിയാച്ചൻ്റെ ഭാര്യയായിട്ട് വരും. അത്ര എഴുത്താം. വീടും വീട്ടിൽ ഇരിപ്പത് സാധനങ്ങളെല്ലാം കൂടെ. പുള്ളി പറഞ്ഞു, എന്നാ ഞാൻ ആലോചിച്ച് വെച്ച് പറയാം. അല്ല, അങ്ങനെ എഴുതുന്നവരും ഉണ്ട്. പിന്നെ അവർക്ക് ഭാഷ അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പ്രായമുള്ള മാതാപിതാക്കളോടൊക്കെ പറയും, കുടുംബകലകം ഉണ്ടാക്കാൻ പറയുന്നതല്ല, ഉണ്ടാകാതിരിക്കാൻ പറയുന്നില്ല. നീ കൊച്ചുങ്ങളുടെ പേരിൽ ഇതെല്ലാം കൂടെ എഴുതി കൊടുക്കുക. ലോൺ എടുക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചത്, പപ്പ ഇവിടെ ഇട്ടൊരു ഒപ്പിട്ടേര്. ഞാൻ ചില വിഷയത്തിൽ ഈ പോയിട്ടുണ്ട്, ചിലരുടെ കൂടെയും പോയിട്ടുണ്ട്. എൻ്റെ കാവാലത്തെ വീടിനോടുള്ള ബന്ധത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായമുള്ള അപ്പനെയും അമ്മയൊക്കെ ആ സമയത്ത് എന്ത് സ്നേഹത്തിലാണ് കൊണ്ടുവരുന്നതെന്നറിയാമോ? കാറെ കയറ്റി ഓട്ടോയെ കയറ്റി ഇറക്കുന്നത് തന്നെ വളരെ പതുക്കെ കൊണ്ടുവന്ന് അവിടോട്ട് കൊണ്ടിരുത്തി, എന്തോ നാരങ്ങ വെള്ളം വേണോ, ജ്യൂസ് വേണ്ടാടാ, ഫ്രൂട്ട് സലാഡ് വേണം. ഇവൻ വീട്ടിൽ ഇരുന്ന ഒരു നാരങ്ങാ മുട്ടായി പോലും കൊടുക്കാത്തവനാണ്. ഇപ്പോൾ ഇവന് ഭയങ്കര, കാരണം എത്രയും പറ്റി ഇവൻ എന്നിട്ട് തിക്കുമ്പൊക്കെ നോക്കുക വേറെ ആരെങ്കിലും വരുന്നുണ്ടോ പൂള് വെക്കാൻ. അന്നേരം ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അമ്മച്ചിയോടും അപ്പച്ചനോടും ഭയങ്കര സ്നേഹം. ഞാൻ ചിലതൊക്കെ വീക്ഷിക്കാറുണ്ട്. എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും പലരും ഇതെല്ലാം എഴുതി കൊടുത്ത്
2 മാസം കഴിയട്ടെ ഇവൻ്റെ തനിനിറം അറിയാം. അവസാനം തന്തയും തള്ളയും എന്ത് ചെയ്യുമെന്ന് ചോദിക്കാൻ പറയാം, അവർ ആടെ ബസ് സ്റ്റോപ്പിൽ ഇരിപ്പുണ്ടെന്ന്. എവിടെ? നങ്ങിയാറുകുളങ്ങര. വീടെന്ത് ചെയ്യേ? ആ വീട്ടിൽ മോനും മരുമകളും എല്ലാം ഉണ്ട്. അപ്പനും അമ്മയും നങ്ങിയാറുകുളങ്ങര ബസ് സ്റ്റോപ്പിൽ ബസ് പോകുന്ന നോക്കിയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇന്ന് സഭയെ പറഞ്ഞപ്പോഴും പറഞ്ഞു, പേരൊന്നും പറയുന്നില്ല. ഒരു പ്രഗത്ഭനായ ആള് അമേരിക്കയിലൊക്കെ പോയി ദൈവമക്കൾ നന്മ കൊടുത്തു. നല്ലൊരു ദൈവദാസന. അദ്ദേഹം നാട്ടിൽ വന്ന് വീട് വെച്ചു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളല്ലേ എന്നോർത്ത് എഴുതി കൊടുത്തു മോൻ്റെ പേരിൽ. ഒടുവിൽ നടന്ന സംഭവമൊന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ഇറങ്ങിപ്പോകാൻ നിർവാഹമില്ല, തല്ലിയില്ലെന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ 2 കഞ്ഞി വെച്ചു. ആകെയുള്ളത് മോനും മരുമകളും 2 പിള്ളേരും ഈ അപ്പനും അമ്മയാ. ആ വീട്ടിൽ 2 കഞ്ഞി, 2 കലം. എങ്ങനുണ്ട്? ഇത്രയും പറഞ്ഞ ആ ഭാഗം വിടുക. നിങ്ങൾ ശ്വാസം വിട്ടോ ഇങ്ങനൊന്ന് വല്ല വിലക്കവും വീണാൽ പിന്നെ അതിന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നു. ഞാൻ ചില സംഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, കുടുംബ പ്രശ്നം. അതാണ് 7-ാം അധ്യായത്തിൽ. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ തർക്കമാ. ഒരു പക്ഷം പറയുന്നത് ഭക്ഷിക്കാം, മറുവശം പറയുന്നത് ഭക്ഷിക്കരുത്. ചെല്ലു പറയുന്നത് കഴിച്ചാലും കുടിച്ചാലും ദൈവനാമം മഹത്വപ്പെട്ടാൽ മതി. പിന്നെ ദൈവമക്കൾക്ക് ഭക്ഷിക്കാനും ഭക്ഷിക്കാതിരിക്കാനും പ്രമാണമുണ്ടെന്ന്. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചെത്തത്, പരസംഗം, ഇതൊക്കെ വർദ്ധിച്ചിരിക്കാൻ ആ പുസ്തകത്തിലെ പ്രമാണം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഇങ്ങനെ 29 വായിക്കുന്നത്, ഇവ വർദ്ധിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്. വായിച്ചേ 15-29. അപ്പോസ്തല പ്രവൃത്തി 15-29. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. പെട്ടെന്ന്. ഇവ വർദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന്. ഇവ വർദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന്. ശുഭമായിട്ടിരിക്കണം. ഇവ വർദ്ധിക്കണം. ഏത്? അതിന്റെ മുകളിലത്തെ വാക്യം പറഞ്ഞേ, വായിച്ചേ. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചെത്തത്, പരസംഗം എന്നിവ വർദ്ധിക്കുന്നത്. ഇതൊക്കെ ആവശ്യമാണ്. വർദ്ധിക്കേണ്ടതൊക്കെ വർദ്ധിക്കണം. എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാത്തിനും ചേരാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും പാടാനും എല്ലാത്തിനും കൂടാനും ദൈവമക്കൾക്ക് പ്രമാണമില്ല. സ്തോത്രം, സ്തോത്രം. വൃക്ഷങ്ങളെല്ലാം കൂടെ ചെന്ന് ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് രാജാവിനെ ആടാവോ എന്ന് ചോദിച്ചു. അത്തി പറഞ്ഞു, ഞാൻ ആടുന്ന കൂട്ടത്തിൽ വരികയല്ലെന്ന് പറഞ്ഞു. ഒലിവിനോട് ചോദിച്ചു, ഇല്ലില്ല. മുന്തിരിയോടും ചോദിച്ചു, ഇതിൻ്റെ രസമൊന്നും വിട്ട് ചാടാൻ വരികയല്ല. വേറെ ആൾക്കാർ ആടാൻ നിൽക്കുക. ഒരു ദൈവ പൈതൽ ആവശ്യമില്ലാത്ത മറ്റ് ആട്ടത്തിനും ചാട്ടത്തിനും ഒന്നും പോകരുത്. വേർപാട് പാലിക്കണം. ആ ഭാഗം ഒന്ന് വിടുക. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ഇവർ ചോദ്യം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം. 10-ാം അധ്യായത്തിൽ ഇങ്ങനെയൊക്കെ പ്രമാണം വിട്ടവർ പട്ടുപോയ വിഷയമാണ് 10-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. 10-ന്റെ 5 വായിക്കുന്നത്. വായിച്ചേ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതെയും ഇരിക്കരുത്. 6-ാമത്തെ വാക്യത്തിൽ പറയുക. 6-ാം വാക്യം വായിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിരിക്കുക നമുക്ക് ബുദ്ധി ഉപദേശമാണ് 11-ാം വാക്യം. അപ്പോൾ ഈ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കർക്കശമായ ഉപദേശം കൊടുക്കുക. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മകത്ത് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പം പറയും, പുള്ളി വാക്യം വായിച്ചു, പക്ഷേ അതിനെ ആസ്പദമാക്കി ഒന്നും പറഞ്ഞില്ല, പുള്ളി വേറെ കാര്യമെല്ലാം പറഞ്ഞു നിൽക്കുകയായിരുന്നു. അല്ലേലും നിങ്ങൾ എന്തേലുമൊക്കെ പറയും. അപ്പൊ എന്തായാലും 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഒന്നുകൂടെ വായിച്ച 22-ാമത്തെ വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഏവനും ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ മകത്ത് കർത്താവിനെ സ്നേഹിക്കണം. ഒരു കാര്യം പ്രാരംഭത്തിൽ ഒന്ന് ഓർപ്പിച്ച ഭാഗത്തോട്ട് വരാം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അപ്പൊ ആദ്യം ഒരു കാര്യം പറയാം, ശാപം. ദൈവമക്കൾക്ക് ശാപവും ദോഷവും ഒന്നും പേടിക്കണ്ട.
നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ചെയ്ത സകല അകൃത്യങ്ങളും പാപങ്ങളും അക്രമങ്ങളും എല്ലാം യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച്, അല്ലെങ്കിൽ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുമ്പോൾ അതുവരെ ചെയ്ത മുഴുവൻ കാര്യവും ദൈവം മറക്കും. പിന്നെ അത് നിന്റെ മേൽ കണക്കിടുകയല്ല. സകല ശാപങ്ങളും അതോടുകൂടി മാറി. നമ്മുടെ പാപോ ശാപോ രോഗവും എല്ലാമാണല്ലോ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കാൽവരിയിൽ വഹിച്ചത്. ആ കാൽവരി മരണത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിക്കും, അവിടുത്തെ തിരുരക്തം സകല അകൃത്യങ്ങളും പോക്കി എന്നെ മോചിക്കും എന്ന് വിശ്വസിച്ച് ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിനെ ഉള്ളത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അതുവരെയുള്ള മുഴുവൻ അകൃത്യങ്ങളും പാപങ്ങളും ശാപങ്ങളും തുപ്പട മാറ്റും. അതാ പ്രമാണം. എന്നാൽ വിശ്വാസമാർഗത്തിൽ വന്നതിന് ശേഷം ഒരു ശാപം ഉണ്ടാകത്തില്ലെന്ന് ധരിക്കരുത്. കാരണം വേദപുസ്തകത്തിൽ തന്നെ ഒരു വാക്യമുണ്ട്, കാരണം കൂടാതെ ശാപം പറ്റുകയല്ലെന്ന. 26:2 വായിച്ചേ, സദൃശവാക്യം 26:2. കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, കാരണം കൂടാതെ ശാപം പറ്റത്തില്ല. അപ്പൊ അതിന് മറുവശം എന്നാ? കാരണം ഉണ്ടായാൽ ശാപം പറ്റും. രക്ഷിക്കപ്പെടുന്നത് വരെ ഉള്ള സകല ശാപങ്ങളും യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അതോടെ തീർന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് ഈ മാർഗത്തിൽ വന്ന് നീ യേശുവിനെ ആരാധിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിന് ശേഷം ഇതുവരെ ശാപം വരേണ്ട കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് വലിക്കും. ഇല്ലെന്ന് പറഞ്ഞു പോകരുത്. ചില ശാപങ്ങളെ പറ്റി ഒന്ന് ഓർപ്പിക്കാം, നമുക്കത് ഉണ്ടാകരുത്. അഥവാ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരണത്തോടെ വേണം ഞാനും നിങ്ങളും കടന്നു പോകാൻ. കാരണം കൂടാതെ ശാപം പറ്റത്തില്ല. അപ്പൊ അതിന് മറുവശം കാരണം ഉണ്ടെങ്കിൽ ശാപം പറ്റുകയും ചെയ്യും. ബിലിയാമിനോട് വിളിച്ചു പറഞ്ഞു, ഒരു ജാതി മുഴുവൻ വന്ന് പരന്നു കിടക്കുക, നീ അവളെ പ്രാഗിക്കൊല്ലണം. ബിലിയാം മോവാബ് മലയുടെ മുകളിൽ കയറി ഇസ്രായേൽ മക്കളെ നോക്കി വെച്ച് പറഞ്ഞ പല കാര്യങ്ങളിൽ ഒരു പദം ഇങ്ങനെ, ആമൻ സ്തോത്രം, ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും, യഹോവ പ്രാഗാത്തവനെ ആര് പ്രാഗും. ദൈവത്തിന്റെ പൈതലെ ശാപമേക്കത്തില്ല, പക്ഷേ കാരണമുണ്ടെങ്കിൽ ശാപമേക്കും. ചില കാര്യങ്ങൾ പറയാ എല്ലാവർക്കും തൃപ്തി വരികയില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. നമ്മളൊരു പാട്ടുമൊക്കെ പാടുകല്ലേ, നീങ്ങിപ്പോയെൻ്റെ പിന്നെ ആട്ടെ നീങ്ങിപ്പോയെൻ്റെ പിന്നെ ഉപദേശം ഇതാണ്, ഒരുവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് വരെ, അത് ജന്മനായി ആയിക്കോട്ടെ ജനിച്ചതിന് ശേഷമായിക്കോട്ടെ, ജീവിതത്തിൽ ശാപങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അനുദപിച്ച് യേശുവിനെ ഏറ്റെടുത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുമ്പോൾ അതുവരെയുള്ള മുഴുവൻ ശാപങ്ങളും മാറി. ഒരു ശാപവും പിന്നെ നിന്റെ മേൽ അതുവരെയുള്ളത് കണക്കിടുകയല്ല. എന്നാൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്ന് വചനത്തിനും പ്രമാണത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ, അനുഭവിച്ചാൽ, പ്രവർത്തിച്ചാൽ ശാപം ഉണ്ടാകും. 1-2 വാക്യങ്ങൾ വായിച്ചോ, ഏതായാലും വെറുതെ ഇരിക്കുകയല്ലയോ. ഇരമ്യ പ്രവചനം 11:2 വായിച്ചേ. ഇരമ്യാവ് 11:2. മോനെ മൈക്ക് ഇച്ചിരൂടെ ഒന്ന് നന്നാക്കി തരണേ, എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്താ സംസാരിക്കുന്നത്. അതിനെ അങ്ങനെ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, പ്രൈസ് ദി ലോർഡ്. പരുവത്തിൽ നിൽക്കട്ടെ. ഈ നിയമത്തിന്റെ വചനങ്ങളെ കൈയെടുത്തു.
ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. പിന്നെ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അടുത്തത് ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ശാപമുണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം, ഈ വചനം കേട്ടിട്ട് ആ കേൾക്കപ്പെട്ട സത്യവചനം ഉപദേശം നീ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ശാപം ഉണ്ടാകും. ചെല്ലിപ്പടത്തില്ലേ, ഞങ്ങൾ എല്ലായിടത്തും പോയി കേൾക്കും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും അർത്ഥത്തിലും ഞങ്ങൾ പോകും. പുതുപ്പള്ളിയിലും എടത്തുവായിലും ഇവിടെ ഞങ്ങൾ മഞ്ഞനിക്കരയിലും ഞങ്ങൾ കുമ്പനാട്ടും പോകും കേട്ടോ. പണ്ട് പുനലൂര് പോകുമായിരുന്നു, ഇപ്പം പറന്തലായതുകൊണ്ട് അങ്ങോട്ട് എളുപ്പമുണ്ട്, അവിടെയും ഞങ്ങൾ പോകും. തിരുവല്ലയിലും ഞങ്ങൾ പോകും. ഞങ്ങൾ ഐക്യ കൺവെൻഷനും ഉണ്ടായിരുന്നല്ലോ. ഇനി ഞങ്ങൾ മദ്രാസിൽ പോകാനിരിക്കുക. ഏതാ? GPMന്റെ ഇരുവിപേരിൽ PRDS, അവിടെയും ഞങ്ങൾ പോകും. പിന്നെ ഞങ്ങൾ എല്ലായിടത്തും പിന്നെ വചനമല്ലേ പറയുന്നേ, ആയിക്കോട്ടെ, അത് കേൾക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ലോ. ദൈവവചനമല്ലേ, നല്ല കാര്യം, നല്ലതാ. പക്ഷെ ആ പറയുന്ന വചനം, അറിയിക്കുന്ന വചനം കേട്ടിട്ട് നീ അനുസരിക്കാതിരുന്നാൽ നിനക്ക് ശാപം വരുമെന്ന. രക്ഷയുടെ വചനം നിന്നോട് അറിയിക്കുക, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും രക്ഷപ്പെടത്തില്ല. ഭൗതിക വസ്തുക്കൾ കൊണ്ടുവച്ചാലൊന്നും രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടണമെങ്കിൽ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ഈ വചനം നീ കേട്ടിട്ട് അതിന് വിധേയപ്പെടാതെ അനുസരിക്കാതെ പിന്നെ നീ പിടിവാശിയോടെ പോയാൽ നിനക്ക് ശാപമാകും. സ്തോത്രം. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അങ്ങനെ പ്രമാണം. ഡവറായിക്കകത്തെടുത്ത് തളിക്കുന്നതല്ല സ്നാനം. വെള്ളത്തിൽ മുങ്ങണം. യേശു കാണിച്ചു തന്നു എങ്ങനെയാ മുങ്ങുന്നെന്ന്. ഈ വചനമെല്ലാം കേട്ടിട്ട് പിന്നെ നീ ആടിനെ വെള്ളത്തിൽ ഇറക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുക. ആടിനെ പിടിച്ചൊന്ന് വലിച്ചേ. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. ഇത് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അല്ലാതെ യേശുനാമത്തിൽ മുങ്ങാനൊന്നും അല്ല. അങ്ങനെ ആ മുങ്ങിയെങ്കിൽ നിന്നെ ഇനിയും ശരിക്കും മുന്നേ മുക്കണം. നീ യേശുവിനേക്കാളും വലിയ പഠിപ്പ് ക്ലാസ് ഒന്നും എടുക്കണ്ട. യേശു എടുത്ത ക്ലാസ്സാ പിതാവിൻ്റെയും പുത്രന്റെയും. യേശുവിൻ്റെ അപ്പുറം ഒന്നും പോകണ്ട. ഗുരുവിന് മീതെയൊന്നും അല്ലല്ലോ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങണം. അത് വെള്ളത്തിൽ മുങ്ങണം. യേശു മാതൃക കാണിച്ചു തന്നു. ഈ കൽപ്പന നീ കേട്ടിട്ട് അനുസരിക്കാതെ പിന്നെയും നീ പോയാൽ നിനക്ക് ശാപം വരുമെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. വേർപാടിന്റെ ഉപദേശം, അതായത് ഇതിനകത്ത് വേർപാടിന്റെ ഉപദേശം. ആ വേർപാടിന്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് അത് നീ രക്ഷിതാകരുത്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഈ ശബ്ദപരിധിയിൽ ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഈ യോഗം അനുഗ്രഹമാകണം. അനുഗ്രഹമാകാൻ ചെയ്യേണ്ട നടപടിക്രമം ഇതാ: ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ, ദൈവപ്രമാണം അനുസരിക്കുവാൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ വന്ന് സമർപ്പിച്ചാൽ നിന്റെ ശാപങ്ങളെ മാറ്റി നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും സന്തതികളുടെ മേലും ദൈവം അനുഗ്രഹത്തിന്റെ മാരി ചൊരിയും. അജിതമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ നിന്നു രക്ഷകൻ ആശ്വാസകാലങ്ങളെ
വീഴുന്നു ചാരി വൻമഴ ദൈവമേ കൃപകൾ വീഴുന്നു ചാരി. ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ആർക്കും ശാപമുണ്ടാകരുത്. ഈ വചനം കേൾക്കുന്ന ആർക്കും ശാപമുണ്ടാകരുത്. സകല പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകണം. അപ്പൊ ശാപം വരാനുള്ള കാരണം ഒന്ന്, ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെടും. എത്രയോ കാലം കൊണ്ട് ഈ മിറ്റത്തിങ്ങനെ പന്തലിട്ട് അഭിഷിക്തന്മാരെ വിളിച്ചു വരുത്തി, രാജകുഞ്ഞ് വിളിച്ചു വരുത്തി എത്രയോ പേരെ കൊണ്ടുവന്ന് സ്തോത്രം ശുശ്രൂഷിപ്പിക്കുന്നു, പ്രഗത്ഭരായ. അതിനിടയിൽ ആ കൊത്തയാകുന്ന എന്നെയും വിളിക്കുന്നത്. ആയിക്കോട്ടെ, എന്നാലും എന്നെ വിളിക്കുന്നതിന് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, കടപ്പാടുമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. എത്രയോ പേരിവിടെ വന്ന് ദൈവവചനം സംസാരിച്ചു. ആ യോഗത്തിനെല്ലാം നീ വന്നിരിക്കുന്നുമുണ്ട്. കുഞ്ഞുഞ്ഞമ്മേ, നീ ഇതെല്ലാം കൂടെ കേട്ടാൽ അനുസരിക്കാതെ പിന്നെയും പോയി കഴിഞ്ഞ് കിടന്നാൽ നിനക്ക് ശാപം വരും. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ശാപം മാറണം. ഈ രാത്രി ശാപം മാറാനുള്ള വ്യവസ്ഥ ഇതാ. നീ കേട്ട വചനം അനുസരിച്ച് ജീവിക്കാൻ സമർപ്പിക്കണം. രക്ഷയുടെ ദൂത് കേട്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുക്കണം. സ്നാനത്തിന്റെ ദൂത് കേട്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട നീ അധികം താമസിക്കാതെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ആരുമില്ല, ഞാൻ ഇന്ന് രാത്രി സ്നാനപ്പെടുത്താം. എനിക്കാന്നേ പകലാന്നിലും രാത്രിയിലാന്നിലും വെള്ളത്തിൽ നല്ല പരിചയമാണ്. കാവാലത്തല്ലയോ വീട്. സ്തോത്രം. ആരെങ്കിലും സ്നാനപ്പെട്ടു വന്ന് എൻ്റെ കൂടെ വരുമോ സ്നാനപ്പെടുത്താൻ? വരികയല്ലേ? ഇവിടെ രാത്രി സ്നാനപ്പെടുത്തിയെന്ന പുസ്തകത്തിൽ വാക്യമുണ്ട്. സ്തോത്രം. കൽപ്പന ഇന്ന് രാത്രി അനുസരിക്കുക, നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ശാപം വരാനുള്ള ഒന്നാമത്തെ കാരണം. 2 വായിച്ച്. യിരെമ്യാ പ്രവചനം തന്നെ 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. 3 കാര്യം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാവ് 17:5. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. 3 കാരണം എടുത്തു പറയാം ഒരു വാക്യത്തിൽ. 1, മനുഷ്യനിൽ ആശ്രയിക്കുക. 2, ജഡത്തെ ഭുജമാക്കുക. 3, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുക. ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നെങ്കിലും ഹൃദയവും ദൈവമായിട്ടൊരു ബന്ധവുമില്ല. മാംസപിണ്ഡങ്ങളെല്ലാം കസേര ഇരിക്കുന്നല്ലാതെ ഹൃദയവും ദൈവവുമായിട്ട് പലർക്കും ബന്ധമില്ല. എന്നാൽ ചിലര് ആ ഹൃദയവും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അവരുടെ മുഖം കാണുമ്പോൾ അറിയാം, അവരുടെ ഇരിപ്പ് കാണുമ്പോഴും അറിയാം, അവരുടെ ആ ഭാവം കാണുമ്പോൾ അറിയാം അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുകയാണ്. 3 കാര്യം. ഒന്നും മനുഷ്യനിൽ ആശ്രയിക്കരുത്, അത് ശാപമാണ്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും ആശ്രയിക്കരുത്. നിന്റെ ആശ്രയം യഹോവയിലായിരിക്കണം. ഞാൻ എന്നെ കണ്ട് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയുണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നത്. നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തുമില്ല, ഉറങ്ങത്തുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ദോഷവൻ തട്ടാറവണ് നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. തീർന്നില്ല. യഹോവ നിന്റെ ഗമനത്തോയും ആഗമനത്തോയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അങ്ങനെയുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കും. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന അതാ ഭാഗ്യവാൻ. സ്തോത്രം, സ്തോത്രം. എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഗിൽ എൻ്റെ മനസ്സം ജോജിപ്പാസ്റ്റേ പാട്ട് പാടിയത് ആരാ? എനിക്കൊന്ന് സഹായം ചെയ്യാൻ ആരാ? ഞാൻ 2 ചീല് പാടുമ്പം ഒരു ആച്ച് കിട്ടാൻ ആരിലും ഉണ്ടോ? അറിയാവുന്ന പാട്ട് പാടുമ്പോൾ സഹായിക്കും. അറിയാത്തത് ഞാൻ ഒപ്പിച്ചോളാം. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം. ഒരു കാര്യം ഇന്ന് രാത്രി ഓർപ്പിക്കുക, നീ മനുഷ്യനിൽ ആശ്രയിക്കരുത്.
എടാ, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ മനുഷ്യനല്ല ആശ്രയിക്കേണ്ടത്, അവൻ സകലത്തെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിപ്പാൻ കഴിയാത്ത മനുഷ്യത്തിൽ ആശ്രയിച്ചിട്ടും ഒരു പ്രയോജനമില്ല. അകലെല്ലാം മണ്ണിനടിയിൽ പോകുന്നതാണ്. എന്നേക്കും ജീവിക്കുന്ന ഒരുവനുണ്ട്, അവനിൽ ആശ്രയിക്കുന്ന ഒരു കാലത്തിൽ ലജ്ജിച്ചു പോകത്തില്ല. അപ്പൊ ഇവിടെ 3 കാര്യമാണ്. ഒന്ന്, മനുഷ്യനെ ആശ്രയിച്ച്. 2, ജഡത്തെ തന്റെ ഭുജമാക്കി. എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് ഇതൊക്കെ സാധിച്ചെന്ന് നീ പറയരുത്. ചെല്ലങ്ങനെ പറയത്തില്ല, മാസ്റ്ററെ ഞാൻ ഒരുത്തി ഉള്ളത് കൊണ്ടാണ് ഈ വീടിങ്ങനെ. പക്ഷെ അറിയാമോ, മാസ്റ്റർ പുതുതായിട്ട് വന്നോണ്ടൊന്നും അറിയത്തില്ല. അയ്യോ ദൈവമേ, ഞാൻ ഒരുത്തി ഉള്ളത് കൊണ്ടാ പറഞ്ഞാൻ ജഗ്ഗായിരിക്കുന്ന മമ്മി. സ്തോത്രം. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഇതുവരെ നിർത്തി. ഈ ഭവനത്തെ ദൈവം കാത്തു. ഞങ്ങളെയൊക്കെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചെന്നല്ല, അതൊന്നും പറയാനില്ല. ദൈവത്തിൻ്റെ കരുണയാണ്. മഹത്വമൊക്കെ ദൈവത്തിന് കൊടുക്കുക. ചില സഭയെ പറ്റി ചില പറഞ്ഞു, അയ്യോ അച്ചായനുള്ളത് കൊണ്ടായി സഭ. അപ്പം ദൈവത്തിന് യാതൊരു ദാനമില്ല, പരിശുദ്ധാത്മാവിനും ഒരു സാധനം. അരിച്ചായനാണ് അരിച്ചായൻ. എടാ, നീ മഹത്വവും ഒഴിച്ചെല്ലാം ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ കഴിവുകൊണ്ടൊന്നും നടക്കത്തില്ല. സ്തോത്രം. നമ്മളെ കൊണ്ടൊന്നും നടക്കുകയല്ല. മനുജ നിദാനമതു നിന്നയാത മനുജ, നിദാനമതു നിന്നയാത മനുജ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം. ഇടിയുമ്പോൾ അതിനല്ല ജനം പൊട്ടിച്ചാലും ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ. പരനെ വേഗം ചരണമാക്കി മരുവിടേണം തരണിയിൽ, പരനെ വേഗം ചരണമാക്കി മരുവിടേണം തരണിയിൽ. മനുജ ധനമതു നിന്നയാത മനുജ. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും ഒന്നും നടക്കത്തില്ല. ഒരുത്തൻ അഹങ്കാരം കയറി, ഹുങ്ക് കയറി, തണ്ട് കയറി, പ്രതാപശാലിയായവൻ മട്ടുപ്പാവിലിക്കൂടെ ഉലാത്തി വെച്ച് പുള്ളി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി വെച്ച് പറഞ്ഞു, അയ്യോ ഞാൻ പണിത മഹതിയാം ബാബേലല്ലയോ ഇത്. സൂക്ഷവനെ യോജിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നടക്കത്തില്ല, നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. നടക്കുകയെന്നൊക്കെ തെളിഞ്ഞതല്ലേ. കോവിഡിന്റെ സമയത്തെല്ലാം മൂടിക്കെട്ടി പമ്മി ഇരുന്നതല്ലേ. ഭർത്താവ് അപ്പുറം കിടന്ന് ശ്വാസം കിട്ടാതെ എത്തപ്പോൾ തങ്ക ഇപ്പറേ നോക്കിയിരുന്നതാ. തൊടാനത്തോ ഒന്നും നിന്നെ കൊണ്ട് നടക്കുകയല്ല. സ്തോത്രം. കൂടെ ജീവിച്ച ഭർത്താവ് അല്ലെ ഭാര്യ മരണവെപ്രാളം കാണിച്ച് മരിക്കാൻ നേരത്ത് അടുക്കാനോ തൊടാനോ അന്ത്യചുംബനം കൊടുക്കാനൊത്തോ നമ്മളെ കൊണ്ടൊന്നും നടക്കുകയില്ല. സ്തോത്രം, സ്തോത്രം. പൗലോസ് പറഞ്ഞൊരു പണം കടമെടുക്കാൻ ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് മഹത്വം പുകഴ്ചയെല്ലാം ദൈവത്തിന് കൊടുക്കുക. എൻ്റെ കൈമിടുക്കൊണ്ട്, എൻ്റെ സാമർത്ഥ്യം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ആ വൈഭവം കൊണ്ട് നടന്നെന്ന് പറയരുത്. ഇതെല്ലാം അവിടുത്തെ കൃപയാലാണ്. അപ്പൊ ശാപം വരാനുള്ള കാര്യം, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. 2ാമത്തെ ശാപം വരാൻ കാരണം. 3 ശാപം വരാൻ കാര്യം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ. വായിച്ചോ, യെരമ്യാവ് 48:10. നമുക്കറിവുള്ള വാക്യമാ. ഒന്ന് വായിച്ചോ, യെരമ്യാവ് 48:10. പെട്ടെന്ന് വായിര്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. അത് കർത്താവിന്റെ വേലക്കാർക്കും ബാധകമാ, എനിക്കും വിശേഷിച്ച് ബാധകമാ. കർത്താവിന്റെ വേല, ദൈവപ്രവൃത്തി ഉദാസീനതയോടെ ചെയ്താൽ ശപിക്കപ്പെടും. എന്ത് കാര്യം ചെയ്താലും നന്നായി ചെയ്യണം. എന്ത് കാര്യം ചെയ്താലും നന്നായി ചെയ്യണം. സ്തോത്രം. ഒരു പാട്ട് പാടിയാലും ട്യൂണും സ്വരമൊന്നും ചിലപ്പോൾ ഒത്തില്ലെങ്കിലും നന്നായിട്ട് പാടണം. കൈയടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കൈയടിക്കണം. ചുമ്മാ നീ ഇങ്ങനെ തൂത്തിരിക്കരുത്, ശാപം വരും.
ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു മുഴക്കമായിരിക്കണം, ഹല്ലേലൂയ ആയിരിക്കണം. ഇത് നമ്മൾ അങ്ങനല്ലോ, ഉള്ളൂ നിനക്ക് ശാപം വരും, ഉള്ളൂ. സ്തോത്രം അത് നല്ല സ്ഫുടമായിരിക്കണം, അല്ല അതിന് ശാപം വലിച്ചു കയറ്റുക. സ്തോത്രം. എന്ത് ചെയ്താലും ആമൻ നന്നായി ചെയ്യണം. അങ്ങനെയാണല്ലോ ശക്തിയോടെ ചെയ്യണമെന്ന സഭാപ്രസംഗി 9:10 ശക്തിയോടെ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നീ എന്ത് ചെയ്താലും വായിച്ചേ, പാതാളത്തിൽ സൂത്രമൊന്നുമില്ലല്ലോ, നീ ചെയ്യുന്നത് ശക്തിയോടെ ചെയ്യണം. 9:10 പെട്ടെന്ന് വായിര്. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. മതി. അപ്പൊ ശക്തിയോടെ ചെയ്യണം. കർത്താവിന് വേണ്ടി വിശേഷിച്ച് കർത്താവിന് വേണ്ടി ചെയ്യുന്നത് നന്നായി ചെയ്യണം, ശക്തിയായി ചെയ്യണം, വൃത്തിയായി ചെയ്യണം, വെടിപ്പായി ചെയ്യണം. അത് നല്ല മനസ്സോടെ ചെയ്യണം. ഒക്കെ നടത്തിട്ട് ഒപ്പിക്കരുത്. തട്ടിക്കൂട്ട് പരിപാടി പാടില്ല. ഉദാഹരണം പറയാം. 10 ദയ്യമക്കൾക്കൊരു ചായ കൊടുത്താൽ നന്നായിട്ട് കൊടുക്കണം. ഇത് 1 കവർ പാലിനകത്ത് 9 കവർ വെള്ളം ഒഴിച്ചേച്ച് 1 കവർ പാല്, അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ പിന്നെയും തരക്കേടില്ല. 1 കവർ പാല് മേടിച്ച് 9 ഗ്ലാസ് വെള്ളം. എന്താ ചായപ്പൊടി എടുത്തപ്പോൾ അടപ്പ് തട്ടിപ്പോയി, കുറച്ചേറെ പൊടി. ജോർജ് കുട്ടി ചാനി കടുപ്പം വേണമെന്ന് അടിച്ച് കടുപ്പിച്ചേച്ച് ജോർജ് കുട്ടിക്ക് ഒരു കപ്പ്. ജോർജ് കുട്ടി കുടിച്ചേച്ച് എന്നിട്ട് ജോർജ് കുട്ടിയുടെ പാത്ത് വെച്ചിരിക്കാം. നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ ജോർജ് കുട്ടി എടുത്ത്, എടാ നീ എന്ത് ചെയ്താലും നന്നായി ചെയ്യണം, നല്ലതുപോലെ ചെയ്യണം. 10 ദൈവമക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ വൃത്തിയായിട്ട് കൊടുക്കണം. ഒത്തിരി വിഭവങ്ങൾ കൂട്ടി കൊടുക്കുന്നില്ല, വയറ് നിറച്ച് കൊടുക്കണം. നമ്മുടെ കൺവെൻഷനൊക്കെ ചിലയിടത്ത് തന്നെ അവസാനം കടന്ന് അലക്കിയാ കടന്ന് കൊടുത്താൽ കാളാമുട്ടുമായിട്ട് ഗൈറ്റിനെ അവിടെ നിൽക്കുന്നത് പഴം തീർന്നെന്ന്. ഇനി ചോദിച്ചു വരുന്നതിനെ കാളാമുട്ടത്തിന് ഞാൻ എല്ലാവരുടെയും കാര്യമല്ലേ പറയുന്നത്. സ്തോത്രം. സാമ്പാർ തീർന്നു, ഇത്ര പേര് വരുമെന്ന് അറിയാമല്ലോ, അപ്പോൾ ചെയ്യണ്ടേ? ഇത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? 3 പ്രാവശ്യം കഞ്ഞിവെള്ളം ഒഴിച്ചെന്തും തികയുന്നില്ലെന്ന്. അപ്പം പിന്നെ കന്നാലിക്ക് എന്നാ കൊടുക്കും? കന്നാലി കൊടുക്കാനില്ലായിരുന്നോ കഞ്ഞിവെള്ളം? എന്ത് ചെയ്ത ഈ ബുദ്ധിമുട്ടും ഞെരുക്കവും ഉള്ളവരുണ്ട്, അവരുടെ കാര്യമല്ലേ ഈ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കാര്യം തെറ്റിദ്ധരിക്കരുത്. വളരെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിൽ പോകുന്നവരുണ്ട്, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ചെയ്യാൻ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, സാഹചര്യമുണ്ട്. അപ്പം നീ പിന്നെ വിളച്ചിലെടുത്താൽ നിനക്ക് ശാപം വരുമെന്നായി പറഞ്ഞത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ചെയ്യാൻ ദൈവം നിനക്ക് നന്മ തന്നിട്ടുണ്ട്, സാഹചര്യം തന്നിട്ടുണ്ട്, സാധ്യതകൾ തന്നിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി തന്നു. അപ്പം നീ മനഃപൂർവ്വം ഇട്ട് ഉഴപ്പിയാൽ പഴയ ആൾക്കാർ പറഞ്ഞ പോലെ അടിയന്തരത്തിന് പകരം പിന്നെ അത് മുടിയാന്തരമായി തീരും. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കവൻ. കൈക്ക് ദൈവം ആരോഗ്യം തന്നിട്ടില്ലേ? നന്നായിട്ട് കൈ അടിക്കണം. കൈക്ക് ആരോഗ്യം ദൈവം തന്നില്ലേ? സ്തോത്രം. നമ്മൾ ഇന്നാളൊരാൾ അപ്പച്ചനെ കൈക്ക് വേദനയാ, ഒരപ്പൂട്ടിന്. യോഗം കഴിഞ്ഞപ്പോൾ വെളിയിൽ നിന്ന് വന്ന മോനെ ഒരു കുത്ത് നോട്ട് കൊടുത്തു. തുരുതുരാന്ന് അപ്പൻ എണ്ണുന്നത്. അങ്ങോട്ട് എണ്ണി ഒക്കാതെ വന്നപ്പോൾ ഇങ്ങോട്ട് വേണ്ടി. അപ്പം ഒരപ്പൂട്ടിനിപ്പം അന്നേരം ദൈവം നിന്നെ പൂട്ടും. ദൈവം വേറൊരു പൂട്ടും. അവസാനം മെഡിക്കൽ കോളേജ് കടന്ന് ആമ്പലിന്റെ വള്ളി പോലെ ഒന്നും എണ്ണണ്ടെന്ന് പറയും. അങ്ങനൊന്നും വരരുത്, ആർക്കും അത് വരരുത്. മനസ്സിലാകുന്നോ? കൈക്ക് ബലമുള്ളപ്പോൾ നന്നായിട്ട് കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്ക് ശബ്ദമുള്ളപ്പോൾ ഉറക്ക ദൈവത്തെ സ്തുതിക്കണം. ആ സങ്കീർത്തനക്കാരൻ ഞാൻ എൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ദൈവത്തോടെ, യെശയ്യാവ് 58 വായിക്കുന്ന ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്. ആമേൻ. സ്തോത്രം. വെളിപ്പാട് 1:14 പെരുവെള്ളത്തിന്റെ ഇരച്ചു പോലുള്ള ശബ്ദമാണ് അവിടുത്തെ ശബ്ദം. അവിടുത്തെ ആരാധിക്കുമ്പോൾ നീയും ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ഉദാസീനതയോടെ വേല ചെയ്യരുത്. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു പറഞ്ഞൊരു പാട്ട് പാടാൻ പറയുമ്പോൾ നല്ല മുഴക്കത്തിൽ പാടണ്ടേ?
സ്തോത്രം. ഈ ഫിനേഗാസ് ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവന് പൗരോഗത്യം ഒന്നുകൂടെ ഉറപ്പിച്ചു കൊടുക്കാൻ പോകാം. അവിടെ വായിക്കുന്നവൻ തീഷ്ണതയോടെ നിന്നെന്ന. ഇസ്രായേൽ ശിത്തീമി വന്ന് പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി അവൻ വഴിവിട്ടുള്ള ജീവിതം ആരംഭിച്ചു. മോശയ്ക്കും അഹരോൻ പുരോഹിതമെല്ലാം കൂടെ ആ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞിരിക്കുക, ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇസ്രായേലിയൻ ഒരു മിദ്യാനി സ്ത്രീയുമായിട്ട് പാളയത്തിൽ കൂടെ വന്ന് അകത്തോട്ട് അവളെയും കൊണ്ടുപോയി. അവന്റെ പേര് സിമ്രി, അവളുടെ പേര് ഹോസ്പി, അങ്ങനല്ലയോ? വായിച്ചേ, സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് ഓടിച്ച് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാമോ സഹോദരി? ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി വഴിവിട്ട് ജീവിച്ചെന്ന് അടുത്ത വാക്യം വായിച്ചാട്ടെ. അവർ തങ്ങളുടെ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ഇവരെ അങ്ങോട്ട് വിളിച്ചു. അവിടെ ദേവന്മാരുടെ ബലി നിനക്ക് അമ്മാമ്മ വരണേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്, നോക്കട്ടെ. സ്തോത്രം. ഫാസ്റ്റിംഗ് പ്രയർ എന്നാലും ഞങ്ങൾ നീയുമ്മ അവിടെ പോയിരുന്ന് അടിച്ച് കയറ്റിയപ്പോൾ ഓർക്കണമായിരുന്നു, അടിച്ച് നിന്റെ പള്ള തീർക്കും. വേർപാടിൻ്റെ ഉപദേശമാണ്. സ്തോത്രം. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ വിളിക്കുകയും ജനം ഭക്ഷിച്ചവരുടെ ദേവന്മാരെ ഇവര് അവിടെ ചെന്ന് ഭക്ഷിച്ചത് പിന്നെയും പോട്ടെ, അടുത്തതാ പിന്നെ വിവാദം. അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അടുത്തത് ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്ന് പിന്നെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ഓടിച്ചു വായിച്ചോ സഹോദരി. ജനത്തിന്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായിട്ട് തൂക്കാൻ പറഞ്ഞ അടുത്ത വാക്യം. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട് നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ആളുകളിൽ ബാൽപെയോരിനോട് ചേർന്നവരെ കൊല്ലുവിനെന്ന്. അടുത്ത വാക്യം. എന്നാൽ മോശെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുക. ഒരു ഇസ്രായേലിയൻ തന്റെ സഹോദരന്മാരുടെ മധ്യേ ഒരു മിദ്യാനി സ്ത്രീയെ കൊണ്ടുവന്നു. എങ്ങനെയുണ്ട്? ഇവൻ കൊണ്ടുവന്നു. അടുത്തത് അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസറിന്റെ മകനാകുന്ന എലിയാസറിന്റെ മകനാകുന്ന ഫീനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത് താഴോട്ട് ഭാഗം പൊതുവിൽ വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം, വീട്ടിൽ പോയി വായിക്ക്. അവൻ ചെന്ന് ആ കൃത്യതക്കേട് കാണിച്ച് അവരെ അവൻ തകർത്തു, ബാറമാറി. താഴോട്ട് അവന്റെ പേര് സിമ്രി, അവരുടെ പേര് ഹോസ്പി. അവനാണെങ്കിൽ ഷിമിയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവിന്റെ മകൻ, അവളാണെങ്കിൽ മിദ്യാന്യ പ്രഭുവിന്റെ മകള്. രണ്ടും കനമുള്ളതായതുകൊണ്ട് ആരും ഒന്നും മിണ്ടുകയല്ലോ. അവൻ പ്രഭുവിന്റെ മകനും മറ്റേത് ഒരു ഗോത്ര മിദ്യാന്യ പ്രഭുവിന്റെ മകള്. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ലാത്തവർ ചെയ്യുമ്പോഴാണല്ലോ കുഴപ്പം. ആരും ഉണ്ടാനാ? ഓവർസർ വല്ലതും പറയുമോ? സൂപ്രണ്ട് വല്ലതും പറയുമോ? സെൻട്രൽ പാസ് വല്ലതും പറയുമോ? എന്നെ എല്ലാവരും നഷ്ടക്കച്ചവടം വന്ന പോലെ ഇരിക്കുന്നേ. ആരും ഒന്നും മിണ്ടുന്നില്ല. അവൻ പ്രഭുവിന്റെ മകൻ, അവള് പ്രഭുവിന്റെ മകള്. അങ്ങനെയാണെന്നല്ലോ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ വരാതിരിക്കാൻ ഒക്കത്തില്ല. പാവം പിടിച്ചൊരു വീട്ടിലെ പെങ്കൊച്ചിനെയോ പാവം പിടിച്ചൊരു സഹോദരന്റെ കുഞ്ഞ് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടാൽ എന്തോ ഒരു ശാസനയും പൾസനവാ. ഇച്ചിരി പിടിപ്പുള്ളവരുടെ കാണിച്ചാൽ ഒരു വിഷയവും ഇല്ല. ആര് ചോദിക്കാനാ? ആര് പറയാനാ? ഈയിടെ ഒരു വിവാഹ ശുശ്രൂഷയിൽ പോയി. സ്തോത്രം. അയ്യോ, പാടുന്ന കൊച്ചു തലേ പോലും തുണിയിടുന്നില്ല. എന്നാ ഇരിക്കുന്നവർ പറയണ്ടേ തലേ തുണിയിടാൻ വേണ്ടേ? ഇത് നമ്മുടെ ശുശ്രൂഷയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കും മുതലേ ആശീർവാദം പറഞ്ഞത് വരുന്നത് ശുശ്രൂഷയാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നുണ്ട്. അല്ല, ആത്മക്കണ്ണ് തെളിഞ്ഞവർക്കറിയാം. ദൈവത്തിന്റെ അഭിഷക്തന്മാർ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ കൊണ്ട് ഫലമേൽപ്പിക്കുക. ആ ശുശ്രൂഷ ഫലമേൽപ്പിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. തലയിലും തുണിയിടുക പിന്നെ ഒന്നും ഞാൻ പറയുന്നില്ല, പറയണ്ടേ?
വിശേഷിച്ച് പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോകുമ്പോൾ വിവാഹ ശുശ്രൂഷയാണെങ്കിലും ഏത് ശുശ്രൂഷയാണെങ്കിലും സഹോദരിമാർ മൂടുപടപെടണം. എന്നോട് ഒരാൾ ചോദിച്ചു, എന്തിനാ ഇതിങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് ഗുണമില്ലാത്തതിനൊക്കെ കാണിച്ചു കൊടുക്കാനാ മൂടുപടപെടുന്നത് എങ്ങനെയാന്ന്. അതിനും കൂടാ ഇങ്ങനല്ലേ? അതിനും കൂടെ കൊണ്ട് നടക്കുന്നു. ഇപ്പം പിടികിട്ടിയോ? പണ്ട് വിശറിയുടെ കാര്യം ചോദിച്ചു, എന്തിനായി വിശറി? വീശാമിരിക്കാം, കൊടയായി പിടിക്കാം, കാശിക്ക് പോകാം, വടികുത്തി നിൽക്കാം. അപ്പൊ ഇത് കർക്കശമായ ഉപദേശങ്ങളായി പറഞ്ഞു കൊടുക്കുന്നത്. സ്തോത്രം. എല്ലാം ഭയങ്കര കാന ശുശ്രൂഷയാ. എന്നാ ശുശ്രൂഷയാ? കാനയാ. എന്നാൽ മാന്യമായിട്ടും യോഗ്യമായിട്ടും വസ്ത്രം ധരിച്ചും യോഗ്യമായിട്ടും ദൈവകൃപയിൽ ശരണപ്പെട്ട് പാട്ടുപാടുന്ന സഹോദരന്മാരും മാന്യ സഹോദരിമാരും ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും ദൈവം ആദരിക്കട്ടെ. ഇടയ്ക്ക് കയറി ഇത് പറയാതിരിക്കാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം. അവന്റെ പേര് സിമ്രി, അവരുടെ പേര് ഹോസ്പി കൊണ്ടുവന്ന് പ്രശ്നമായി. അപ്പോൾ അഗരോൻ പുരോഹിതന്റെ മകനാകുന്ന എലിയാസിന്റെ മകനാകുന്ന ഫീനേഹാസ് എഴുന്നേറ്റ് യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ നിന്നു. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാ, നീ തീഷ്ണതയോടെ ദൈവത്തെ സേവിക്കണം. ഞാൻ ശുശ്രൂഷകൾക്കൊക്കെ പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ ശബരിമല സീസണിലെ നിങ്ങൾ ആ എരുമേലി പേട്ട തുള്ളുന്നിടത്ത് എന്നേ എന്ത് ശക്തിയോടാണ് അവർ പേട്ട തുള്ളുന്നത്. ഒരിക്കൽ ഞാൻ മുക്കൂട്ടുതറ ഒരു യോഗത്തിന് പോകണം. വേറൊരു യോഗം കഴിഞ്ഞേച്ച് 26 കൂടിയാണ് വന്നത്. കാഞ്ഞിരപ്പള്ളി 26 നേരെ കൂവപ്പള്ളി കൂടി പിന്നെ എരുമേലി കൂടി മുക്കൂട്ടുതറയ്ക്ക് പോകണം. ഭയങ്കര ബ്ലോക്കാണ്. അപ്പം വണ്ടിയെ ഞാൻ കാറല്ല ബസ്സിലാണ്. ഞാൻ ആ വണ്ടിയെല്ലാം നോക്കി എന്ത് ശക്തിയോടാണ് അവർ. അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ ആചാരമാണ്. അതിന് നമ്മൾ കയറി കൊമ്പ് കോർക്കണ്ട, അത് നിൽക്കട്ടെ. പക്ഷെ അവർ ഇടംവല നോക്കുന്നില്ല. അവർക്കൊരു ഒരു ജാല്യതയില്ല. അല്ല മറഞ്ഞാതുള്ള നമ്മുടെ ആൾക്കാർ ഒന്ന് തുള്ളി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കാണുന്നുണ്ടോന്ന് മനസ്സിലാകുന്നില്ല. രണ്ടടി അടിച്ച് നോക്കുക, പിന്നെ അനങ്ങാതിരിക്കുക, കുറുക്കാനിരിക്കും പോലെ. പിന്നെ അങ്ങ് ഇരിക്കുമ്പോൾ കണ്ടുപഠിക്കേ. നീ യഹോവയായ ദൈവത്തെ ഭജിക്കുമ്പോൾ ഉദാസീനതയോടെ വേല ചെയ്യരുത്. ആ സഹോദരി നന്നായിട്ട് വാക്യം വായിച്ചത്, സ്ഫുടമായിട്ട് വായിക്കുന്നത്, അങ്ങനെ വായിക്കണം. നന്നായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടിയാൽ നന്നായി പാടണം. കൈയടിക്കുമ്പോൾ നന്നായിട്ട് കൈയടിക്കണം. സ്തോത്രം ചെയ്യുമ്പോൾ നന്നായി സ്തോത്രം ചെയ്യണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ 90 കിലോ ഉണ്ടല്ലോ, ഇന്ന് വരെ 1/2 കിലോയുടെ സ്തോത്രം പറഞ്ഞോ? 2.5 അരിയുടെ ചോറ് തിന്നുമല്ലോ. അതിനടുത്ത് കൂട്ടാനും ഈർക്കലി പരുവാ 8 പൊറോട്ട വരെയാ പിടിക്കുന്നത്. പിടിച്ചോ എടാ, അന്ന് 1/2 കിലോയുടെ സ്തോത്രം പറ. പെട്ടിത്ര സൈപ്പ് കയറ്റി നിർത്തിയ ഉണ്ടല്ലോ 80 കിലോ. ഒരു വടക്കുണ്ടാക്കുന്നത് ദൂരെ അണ്ണാക്ക. അമ്മച്ചി എന്നെ വേണ്ട ഇത് കഴിഞ്ഞാൽ മരുമകളുമായിട്ട് കുസ്തിക്കുന്നത്. തള്ളയന്മാരും കച്ചമരി എടുത്ത് കുത്തിയാക്കി എന്ത് പാടിയെന്ന് ചോദിച്ചാ അന്നേരം തള്ളക്ക് ഒരു വയ്യാടിയെ എന്തോ ഒരു അണ്ണാക്ക. അമ്മേ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ പമ്മി ഇരിക്കുക അകിളിയിരിക്കും പോലെ. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നന്നായി ദൈവത്തെ ആരാധിക്കണം. മറ്റുള്ളവരെന്തോ പറയുന്നു, അവരെന്തോ അത് നമ്മുടെ വിഷയമല്ല. നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താലാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഒരു കണ്ണിന് പോലും നിന്നോട് ദയ തോന്നാതിരുന്നപ്പോൾ, എല്ലാവരും നിന്നെ വെറുത്തപ്പോൾ, തള്ളിയപ്പോൾ, ഒറ്റപ്പെട്ടപ്പോൾ, അവൻ സകലരും നിന്നെ കൈവിട്ടപ്പോൾ, ഒരുവന്റെ കാൽവറിയിലെ ദൈവസ്നേഹം നിന്നെ തേടിയെത്തി. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പാടിയത് അവൻ സ്തോത്രം, എന്റെ മാംസവും എന്റെ ഹൃദയവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നെന്നാണ്. നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും കാഴ്ച ഭവിക്കുകയില്ലെന്നും. നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും ഈ
സ്നേഹിക്കുക. ദൈവത്തെ ഭരിക്കുന്ന നീ ഉദാസനതയോടെ വേല ചെയ്യരുത്. ഒരാൾക്ക് ഒരു ലഹലേഖ കൊടുക്കുക, അവൻ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നമുക്കത് നന്നായി ചെയ്യണം. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവസരം കിട്ടിയാൽ അത് വിശ്വസിച്ച് നന്നായിട്ട് പറയണം. ഉഴപ്പിത്തല്ലി പറയരുത്. യേശു രക്ഷിക്കും കേട്ടോ, അവനും ഡൗട്ടായ രക്ഷിക്കുമോ യേശു സൗഖ്യമാക്കും കേട്ടോ. അവൻ്റെ ഉള്ള വിശ്വാസം കൂടെ കളയുക. എടാ, നീ പറയുമ്പോൾ തീർത്ത് പറയണം, യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, അവിടുത്തെ ഏടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഉദാസീനതയിൽ അലസതയെല്ലാം കളയണം, ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശാപമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ദൈവത്തിന് മകത്ത്. ശാപം വരാൻ വേറൊരു കാര്യം കൂടെ പറയാം, അത് എല്ലാവർക്കും തൃപ്തിയുള്ളതല്ല. മലാക്കി പ്രവചനം 3:9 അറിയാമല്ലോ, സഹോദരി വായിച്ചു. അതാ വലിയ തൃപ്തി ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുക. നിങ്ങൾ ശാപഗ്രസ്തരാകും. അയ്യോ, നിങ്ങൾ ശാപഗ്രസ്തരാ. കാരണം എന്നാ? എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം കൊടുക്കുന്നില്ല. പഴയ നിയമത്തിൽ ഉപദേശമാ ദശാംശം, പുതിയ നിയമത്തിൽ ദശാംശമല്ല, ഓഹരിയാ. പണ്ട് കാലത്തൊക്കെ എന്നേക്കാൾ അനുഭവം ഉള്ളവരായി ഇവിടെ ഇരിക്കുന്നത് പലരും വീട്ടിൽ എന്തെടുത്താലും അതിൻ്റെ ഓഹരി പെയ്ത്തോമിലുണ്ട്. 10 ചേന കുഴിച്ചു വെച്ച് കിളിച്ച് അത് പാകമായി ചേന പറിക്കുന്ന സമയത്ത് അതിൽ നല്ല ചേന ഒരെണ്ണം പെയ്ത്തോമില്ല. അങ്ങനെ അല്ലയോ? ഇപ്പം പറഞ്ഞു, ഓ പാസ്റ്റർക്ക് ചേന ഇഷ്ടമാണ്. തന്നെ അമ്മാമ്മയുടെ കൈ ചൊറിയി വന്ന ഇന്നാള് അങ്ങനെ ഉണ്ട്. നല്ലത് പെയ്ത്തോമിൽ എത്തിക്കുക. അത് പെയ്ത്തോമിലാണെങ്കിലും നീ ദൈവത്തിന് വേണ്ടിയായി ചെയ്യുന്നത്. സ്വർഗം അത് മുദ്ര വെക്കും. സ്തോത്രം. നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ സദൃശവാക്യം ഒന്നെടുത്തേ. സദൃശവാക്യം, സദൃശവാക്യത്തിൻ്റെ 3:9-10 ഒന്ന് വായിച്ചേ. യഹോവേ, നിന്റെ ദാനം കൊണ്ടും ദൈവത്തിന് നമ്മൾ എന്നാ ദാനം കൊടുക്കാനാ? യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കണം. ഇത് പുസ്തകത്തിലെ പ്രമാണമാണ്. യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ടും. അങ്ങനെയൊക്കെ ചെയ്യുന്ന വിശുദ്ധന്മാര് പണ്ടുണ്ടായിരുന്നു. പയർ കായ്ച്ചു കഴിയുമ്പോൾ ആദ്യത്തെ നല്ല പയർ ദൈവത്തിനാ, പുറകെ പിന്നെ ഉണ്ടായിക്കോളുമല്ലോ. സ്തോത്രം. വാഴക്കൊല എല്ലാം അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ പെന്തിക്കോസുകാരില്ല, അധികം ആളില്ല. പെന്തിക്കോസുകാര് കന്നാലിയുള്ള വീട്ടിലൊക്കെ ഞായറാഴ്ചത്തെ പാല് സൊസൈറ്റി കൊടുക്കുകയല്ല, പെയ്ത്തോമി കൊണ്ടുവരും. ഞായറാഴ്ചത്തെ പശുവും പാല് പെയ്ത്തോമില്ല, സൊസൈറ്റി കൊടുക്കുകയല്ല. വലിയ സന്തോഷമില്ല, എനിക്കറിയാം. അല്ല, പെയ്ത്തോമി ഇരിക്കുന്നവരും നല്ല ആൾക്കാരുണ്ട്. പാസ്റ്റേഴ്സിൻ്റെ സഹധർമ്മിണിമാർ നല്ല നല്ല മിടുക്കുകളും പക്വതയുള്ള ദൈവകൃപയുള്ള അമ്മാമ്മമാരുണ്ട്. അവർ ഈ പാലെല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുകയല്ല. അവർ ധാരാളം ഉണ്ടെങ്കിൽ അത് കാച്ചി അന്ന് സഭായത്തിന് വരുന്ന പ്രിയപ്പെട്ടവർ, പ്രായമുള്ളവരും മാതാക്കളും അപ്പന്മാരും ഒക്കെ അവർക്ക് കൊടുക്കും. അങ്ങനെയുണ്ട്. ചില കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട്. ആരും അറിയാതെ വലിയ കാട്ടാന വന്ന അകത്ത് കയറ്റി വെച്ച് ഒതുക്കുന്ന ആൾക്കാരുണ്ട്. അമ്മാമ ഒരു കൊമ്പനാന ഇങ്ങോട്ട് വന്നെ. കൊമ്പനാനയോ? രാവിലെ ഒരു കൊതുക് അങ്ങോട്ട് കൊമ്പനാനെ ഒതുക്കുന്ന ആൾക്കാരുണ്ട്. കൈയറത്ത ഉപ്പ് തേക്കാത്തതുണ്ട്. അങ്ങനെയുള്ളവരുമുണ്ട്. 2 വശവും ഉണ്ടേ. മനസ്സിലായോ? നിന്റെ വിളവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവാക്കണം. അങ്ങനെ ചെലവാക്കി ആരെയും ദൈവം മറന്നില്ല. എബ്രായലേഖനത്തിൽ വായിക്കുന്നത്, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ള ദൈവമല്ല.
Praise the Lord. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അധികം വിവരിക്കുന്നില്ല. അവൻ ശാപം വന്ന് കയറരുത്. മാത്രമല്ല ശാപം വരാൻ വേറെ കാര്യം, ആവശ്യമില്ലാത്ത കാണുകയും കേൾക്കുകയും ചെയ്ത ശാപമാ. ആവശ്യമില്ലാത്ത മൊബൈലേ, പത്രോസ് പറഞ്ഞത് കണ്ടിട്ടൊന്നും തൃപ്തി വരുന്നില്ല. കണ്ടിട്ടൊന്നും വായിച്ച പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 14 മുതൽ വായിച്ചോ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ഇവര് ശാപയോഗ്യന്മാരാ. നീ ആവശ്യമില്ലാത്ത കാണാൻ നിന്റെ കണ്ണ് ചായ്ക്കരുത്, ആവശ്യമില്ലാത്ത കേൾക്കാൻ നിന്റെ ചെവി ചായ്ക്കരുത്, ആവശ്യമില്ലാത്തത് ഉച്ചരിപ്പാൻ നിന്റെ നാവിനെ മേൽപ്പിക്കരുത്. ഇത് മുതുപാതിരായാലും ഉറങ്ങുകയല്ല, കണ്ണിൽ ഇരുട്ട് കയറി, എന്നിട്ടും പിന്നെ തണുത്ത വെള്ളം എടുത്ത് കഴുകിയേച്ച്. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്? മറുവശം പറയാം, മിക്ക വീട്ടിലും കുടുംബ പ്രാർത്ഥന വെളുപ്പിലേ ഇല്ലല്ലോ. ഉണ്ടോ? അപ്പൻ തിന്നേല് ഇപ്പം ഞാൻ യോഗമൊക്കെ കഴിഞ്ഞ് രാത്രി പോകുമ്പോൾ മിക്കത് റോഡിൽ കൂടെ മൊബൈലുമായിട്ട് നടക്കുക. 11:30-ക്കും 12:00-ക്ക് റോഡിൽ കൂടെ. അവൻ്റെ വീട് അവിടെ ആയിരിക്കും, പക്ഷെ പെരയ്ക്കകത്തിരുന്ന് അവൻ സംസാരിക്കും. ഇതെല്ലാം കാരണം പെരയ്ക്കകത്തിരുന്ന് പറയാൻ പറ്റുന്നതല്ല ജോയിക്കുട്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ല, അവൻ്റെ ഭാര്യ അങ്ങനെ, അവൾ ടെറസിൻ്റെ മണ്ടയല്ല, ഇടയ്ക്കിടയ്ക്ക് നോക്കും ജോയിക്കുട്ടി കാണുന്നുണ്ട്. അവൻ റോഡേ പോകുന്നു, ഇവള് കൊച്ചുങ്ങളൊരെണ്ണം മുറിക്കകത്ത്, അത് പിന്നെ മുറി അടച്ചിട്ട്. എപ്പോഴാണ് ഇതുങ്ങളൊക്കെ കിടക്കുന്നത്? ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു വിടുത്ത് ഫോൺ ചെയ്യരുതെന്നല്ല, ഫോൺ ചെയ്യണം അത്യാവശ്യം, അത് മതിയല്ലോ. ഇതിങ്ങനെ അങ്ങ് മുതുപാതിരാവരെ അങ്ങ് കിടക്കുക. അതുകൊണ്ട് സംഭവിക്കുന്ന കുഴപ്പം പറയാം. കുടുംബ പ്രാർത്ഥന മിക്ക വീട്ടിലും രാവിലെ ഇല്ലല്ലോ. ഉണ്ടോ? ചില വീടുകളിലല്ലേ ഉള്ളൂ. രാവിലത്തെ പാട്ട് ഏതെങ്കിലും കൊച്ചുങ്ങൾക്ക് ഇപ്പം അറിയാവോ? കാരണം വീട്ടിൽ പാടുന്നില്ല. ഞാനൊരിക്കലും ഒരു ഫെയ്ത്തോമിൽ പാർത്തു, വേറെ 1-2 പേരവിടെ ഉണ്ട്. വെളുപ്പിനെ ഞാനെടുത്തിട്ടൊരു പാട്ട് പാടി ഉടനെ അതിൽ വന്നൊരു ഉപദേശിച്ചു ചോദിച്ചു, ഇതൊക്കെ ഉള്ളതാണോ എന്ന്. ഞാൻ രാത്രി നിന്ന് എഴുതിയാന്നോ? എടേ, ഇതൊക്കെ ഉള്ളതാ, നിനക്കിത് താല്പര്യവും ഇല്ല, നീ ഒട്ട് പാടാൻ. ഇതൊക്കെ ഉള്ളതാണോ? അപ്പൊ പാട്ടിതാ. അധികാലത്തൂഞ്ഞാനത്തിൻ പടിവാതിൽ കേളുണർന്നും, അധികാലത്തൂഞ്ഞാനത്തിൻ പടിവാതിൽ കേളുണർന്നും, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോ തന്നെ, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോ തന്നെ. മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ, മനമേ ഉണർന്നു സ്തുതി. അപ്പൊ ശ്രദ്ധിക്കില്ല. ഈ രാത്രി നിങ്ങളുടെ ശിവത്വ പരിപാടി കഴിഞ്ഞ് എന്ത് പാതിരാത്രിക്കാ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക വീട്ടിലും അപ്പനും അമ്മയും മക്കളും കൂടെ രാവിലെ വട്ടമിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന വീടുകൾ വിരളമാണ്. ഞാനെപ്പോഴും പറയും, അപ്പനും അമ്മയും കൂടെ രാവിലെ, പിന്നെ അവർ പ്രാർത്ഥിക്കണം, ഭാര്യയും ഭർത്താവും കൂടെ പാട്ട് പാടണം. അപ്പം പറയും, അവനെയും കൂടെ വിളിക്കും. ആരെ? എടി, അവനെയും കൂടെ വിളിക്കും. എന്നാ കന്യാത്തിൻ്റെ സാമെന്നെങ്കിലേ നിങ്ങൾക്ക് പാട്ട് വരുവുള്ളൂ. അവനൊത്തിരി ലേറ്റായിട്ടാണ് കിടന്നത്. എന്തിപ്പോരെ നിങ്ങൾക്കറിയാവുന്ന പാട്ടങ്ങ് പാടിയാൽ മതി. എടി, അവനോട് എന്നാ ബ്ലസ്സിയെ വിളി. അവൾ മിനിഞ്ഞാന്നൊരു ആട്ടാട്ടിയിട്ട് ഞാൻ 3 കരണം പറഞ്ഞു. മനസ്സിലായോ? ചിരിച്ചു തള്ളാൻ പറഞ്ഞതല്ല. മിക്ക വീടുകളിലും ഇതാ. നിന്റെ വീട് ഗുണമാകാൻ, രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരിക. അത്യാവശ്യം ഫോണൊക്കെ ചെയ്തച്ച് നേരത്തെ പ്രാർത്ഥിച്ച് കിടക്ക്. അധികാലത്ത് മക്കളും മരുമക്കളും വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ വട്ടമിട്ട് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇത് ശാപം വരിക, ഇത് കണ്ട് തൃപ്തി വരുന്നില്ലല്ലോ, ശാപമാ. ദൈവത്തിന് മഹത്വം. ഇനി ശാപം വരാൻ കാര്യമുണ്ട്. ദുരുപദേശം പഠിപ്പിച്ചാൽ അത് ശാപമാ, ദുരുപദേശമേ.
ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ടുള്ള വേദവാക്യം പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായിട്ട്, അങ്ങനല്ലയോ വായിച്ച സഹോദരി? പെട്ടെന്ന് വായിക്കേ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചോ, വേഗത്തിൽ വായിര്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് നിങ്ങൾ പെട്ടെന്ന് മറിയുന്നത് എങ്ങനെയാ? പിന്നെ ഞാൻ ആശ്ചര്യപ്പെടുന്നു. ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു അത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അപ്പൊ ശാപം വരാൻ കാര്യം ഉപദേശം, വിപരീതോപദേശം പറഞ്ഞ ശാപം ഉണ്ടാകും. എന്തുവാ നമ്മുടെ ഉപദേശം? പെന്തിക്കോസ് ഉപദേശം എന്തുവാ? വിസ്തരിക്കാൻ നേരമില്ലെങ്കിലും ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. 1, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, അങ്ങനെ രക്ഷിതാവായി സ്വീകരിച്ച നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇതാ പെന്തിക്കോസ് ഉപദേശം. നീ അടുത്ത അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ കയറി ഉടക്കാനും കോല് വെക്കാനും ആൾക്കാരുണ്ട്. നീ കോലുമായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അഭിഷേകം പ്രാപിക്കണം. സ്തോത്രം. കയ്യപ്രകാം അവർ പറഞ്ഞെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാം. കൺവെൻഷന്റെ പന്തലിന്റെ കാല് നാട്ടിയപ്പോൾ സാറപ്പച്ചൻ കസേരയിൽ നോക്കി ഒരാൾ കൺവെൻഷൻ പന്തലിന്റെ കാല് നാട്ടുന്നു. കൈയടിച്ച് വിളിച്ചെന്നാ പറയാൻ, ഇനി വരാൻ. എവിടാ വീട്? ഇന്നടുത്ത്. പേരെന്തുവാ ഇന്നത്? അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. കാല വിട്ടിട്ടേച്ചാണ്ട തമ്പേറുമായിട്ട് വിത്തോമിലോട്ട് പൊക്കോളാൻ. തമ്പേറിനകത്ത് അഭിഷേകം ഉണ്ടെന്നല്ല, ഇതടിക്കുമ്പോൾ ഏകാഗ്രത കിട്ടും. ആരായിരുന്നു പെന്തിക്കോസ്? ഇപ്പം ചില സഭയിലെ സെക്രട്ടറി പോലും അഭിഷേകം പ്രാപിച്ചതല്ല. അവൻ 2 പേനായി ഒരു മുഴുത്ത കോഴിക്കാരൻ വരും പോലെ വരുന്നതാണ്. ഞായറാഴ്ച സെക്രട്ടറി അഭിഷേകം പോലും പ്രാപിച്ചതല്ല. സ്തോത്രം. പാട്ട് പാടാൻ വരുന്ന മിക്കതും അഭിഷേകം ഉള്ളതല്ലല്ലോ. അതല്ലേ പറഞ്ഞ ബ്ലസൻ നിങ്ങൾക്കായിട്ടൊരു പാട്ട് പാടും. ബ്ലസ്സി നിങ്ങൾക്കായിട്ട് അഭിഷേകം പ്രാപിച്ചിരിക്കണം. ഇത് അഭിഷേകത്തിന്റെ ശുശ്രൂഷ. ഇത് പെന്തിക്കോസ് ഉപദേശമാണ്. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. വിശേഷിച്ച് ആത്മിക ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം അഭിഷേകമുള്ളവരായിരിക്കണം. വശമായി പറയണം, വേർപാട് പാലിക്കണം, തിരുമേശ എടുക്കണം. തിരുമേശ കൊണ്ടുവെക്കുമ്പോൾ നീ ഇങ്ങനെ ട്രാഫിക് പോലീസിനെ കൂട്ടെ. തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഓരോ ദിവസവും ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. ഇത് ഉപദേശം. ഈ ഉപദേശത്തിന് വിപരീതമായിട്ട് ആരെങ്കിലും പഠിപ്പിക്കുകയോ പറയുകയോ ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അതാ പുസ്തകത്തിലെ പ്രമാണം. ഇനി ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞ് നിർത്താം. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 12 മുതൽ നിങ്ങൾ 10 മുതൽ താഴോട്ട് പഠിച്ചാൽ 12 കൂട്ടം ശാപമുണ്ട്. പെട്ടെന്ന് 1-2 വായിച്ചോ മോളെ, അല്ലാതെ ഇപ്പം നേരമില്ല എല്ലാം പറയാന്. ആവർത്തന പുസ്തകം 27-ന്റെ 15 മുതൽ ഒന്ന് വായിച്ചേ. 15. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്ത ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശാപം വരാനുള്ള കാരണങ്ങൾ വേറെ പുസ്തകത്തിൽ നിന്നായി പറയുന്നത് ശപിക്കപ്പെട്ടവനാണ്. അടുത്ത വാക്യം, ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. അടുത്തത്, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പനെ അമ്മയെ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. കണ്ടോ? നിങ്ങൾ താഴോട്ട് പഠിച്ചോ. 12 കൂട്ടം ശാപമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. മാതാപിതാക്കളെ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ട. മാതാപിതാക്കളെ നിന്ദിക്കരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. പ്രായമുള്ള അപ്പനെ അമ്മയെ ആദരിക്കണം, ശുശ്രൂഷിക്കണം, ബഹുമാനിക്കണം. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ചതിൻ്റെ അമ്മയെ ഉപദ്രവിക്കരുത്. അമ്മയെ കൊണ്ട് അനാഥശാല ഇടരുത്. അമ്മയെ വൃദ്ധസദനത്തിലല്ല ആക്കേണ്ടത്. ഉള്ള സാഹചര്യത്തിൽ അമ്മയെ ശുശ്രൂഷിക്കണം. നിന്നെ ജനിപ്പിച്ച ജനകനെ ഉപദ്രവിക്കരുത്. അപ്പൻ്റെ കൊങ്ങായിക്ക് പിടിക്കുന്ന മക്കളുണ്ട്. ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് തൂമ്പായ്ക്ക് അപ്പൻ്റെ തലക്കിട്ടടിക്കുന്നത്. CSIക്കാരാ? ശാപം വലിച്ചു വെക്കരുത്.
ഇപ്പം നിങ്ങൾ പറയാം ഭാഷക്ക് അങ്ങ് പറഞ്ഞേച്ച് പോയാൽ മതി, ഇത് സൈസ് ഏതാണെന്നറിയാമോ? അത് ഞാൻ എതിർക്കുന്നില്ല. മാതാപിതാക്കളോട് ഒരു കാര്യം പറയാം, ഒരു 60-65 കഴിയുമ്പോൾ നീ അങ്ങ് ഒതുങ്ങണം. തള്ളേ ഇങ്ങോട്ട് നോക്ക്, ഉറങ്ങാതെ. ഒരു 65-70 ആകുമ്പോൾ അങ്ങ് കുറച്ച് പിന്നെ ഒതുങ്ങണം. പിന്നെ ചെയ്യേണ്ട കാര്യം, കുമ്പനാട്ട് പോയി മുഴുത്തക്ഷരമുള്ള ബൈബിള് കിട്ടും, സിയോൻ കിതാബിലും മേടിക്കണം. പാട്ടറിയാമല്ലേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, വല്ലപ്പോഴും ഞാനും വന്നറിയാവുന്ന പാട്ടും പഠിപ്പിക്കും. പ്രാർത്ഥിച്ചും വേദപുസ്തകം വായിച്ചും പാടി നിത്യതയിൽ പോകാൻ നോക്കണം. മരുമകളുടെ കുറ്റമെല്ലാം നാട്ടുകാരോട് പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? മരുമകൾ ആ വീട്ടിലെ മോള് വല്ലപ്പോഴും അമ്മയെ കാണാൻ വരും, 1 കിലോ മുന്തിരിങ്ങായിട്ട്. ഉച്ചയാകുമ്പോൾ അവൾ തന്നെ കട്ടിലേരുന്നത് തിന്ന് തീർക്കുകയും ചെയ്യും. മരുമകളാണ് നിനക്ക് വെള്ളം തരേണ്ടത്. മരുമകളുടെ കുറ്റം ചെന്ന് ഭാഷയോടും പറയരുത്, ഭാഷയുടെ ഭാര്യയോടും പറയരുത്, സഹവിശ്വാസിയോടും പറയരുത്. മരുമകളെ മരുമകളായിട്ട് കാണണ്ട, മോളായിട്ട് അങ്ങ് കാണേ. ചിലതിന് ഈ പ്രായമായി കഴിയുമ്പോൾ സൂക്കേട് കൂടുതലും. മനസ്സിലാകുന്നുണ്ടോ? വെള്ളം ഇറങ്ങി ചാകണേ തള്ളേ നല്ല ബുദ്ധി പറഞ്ഞു തരിക. മരുമകളെ മരുമകളായിട്ട് കാണാതെ മോള്, അതപ്പം മനുഷ്യനകത്ത് അപാകതകളും തെറ്റുകളും ഒക്കെ വരാം. അതൊക്കെ ക്ഷമിക്കേ. സ്തോത്രം. ചിലക്ക് മരുമകളോട് വലിയ താല്പര്യമൊന്നും ഇല്ല. മരുമകനോട് മരുമകൻ വരുമ്പോൾ അന്നേരം കോഴിയെ കണ്ടിക്കും. മരുമകൾ വരുമ്പോഴോ കോഴിയുടെ തൂവല് തോരൻ വെക്കാൻ ഒക്കാത്തതുകൊണ്ടാണ്. അല്ലേ മരുമകൾക്ക് കോഴിയുടെ തൂവല്? മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 65 കഴിയുമ്പോൾ അങ്ങ് ഒതുങ്ങണം. ഞാൻ പണ്ട് കപ്പലിൽ നീ ആടി പ്ലെയിനെ കയറിയ തള്ളയാനും പറഞ്ഞിരുന്നാൽ ഉള്ള വെള്ളവും കിട്ടുകയില്ല. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. മക്കളോടും പറയുക, ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കുകയല്ല. ഇപ്പം 85 ഉണ്ട്, ഇനി 85 ഇരിക്കുകയല്ല. നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഈ ആഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞാൽ ചിലരിക്കുന്നത്. ഒന്നും വരാതിരിക്കട്ടെ. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. അങ്ങനെ ശുശ്രൂഷിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും. നിനക്കും നിന്റെ സന്തതിക്കും ഒരു ദോഷവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. സകല ശാപങ്ങളും മാറിക്കിട്ടും. കർത്താവിൻ്റെ നാമത്തെ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നീ കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ ശാപമുണ്ടാകും. ഇന്ന് രാത്രി യേശുവിനെ സ്നേഹിക്കണം. 2 കാര്യം പറഞ്ഞങ്ങ് പെട്ടെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത്? കർത്താവിന് മഹത്വം. 1, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനുള്ള കാരണം, യേശു ക്രിസ്തു മാത്രമാണ് കർത്താവ്. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനുള്ള കാരണം വിശദീകരിക്കുന്നില്ല. 1, യേശു ക്രിസ്തു മാത്രമാണ് കർത്താവ്. നിങ്ങൾക്ക് ഒത്തിരി കർത്താക്കന്മാരില്ല, ഒത്തിരി സ്വന്തം വ്യക്തികളുമില്ല. നമുക്ക് ഒരേ ഒരു കർത്താവ്, ഒരേ ഒരു ദൈവം, അത് നസറയനാകുന്നു യേശു ക്രിസ്തു. ഒരു വാക്യം പെട്ടെന്ന് വായിക്കാമെങ്കിൽ വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചോ. കർത്താവിനെ സ്നേഹിക്കാനുള്ളതിന്റെ 1-ാമത്തെ കാരണം, കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികയിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവസാനമായി ജീവിക്കേണ്ടതുമാവുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ്, യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുള്ളു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്? യേശുക്രിസ്തു എന്ന ഏക കർത്താവേ നമുക്കുള്ളൂ. 2, കർത്താവിനെ സ്നേഹിക്കാൻ കാര്യം, യേശുക്രിസ്തു ഏക ദൈവമാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത്, അവിടുന്ന് സത്യദൈവമാണ്, നിത്യദൈവമാണ്. അവൻ തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്നു യേശുക്രിസ്തു. കർത്താവിനെ സ്നേഹിക്കാൻ കാര്യം 1, അവിടുന്ന് മാത്രം കർത്താവ്. 2, സ്നേഹിക്കാനുള്ളതിൻ്റെ കാരണം എല്ലാം വിശദീകരിക്കുന്നില്ല. ഒടുവിലത്തെ വാക്യത്തിലുണ്ട്, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. യേശുവിനെ സ്നേഹിക്കാൻ കാരണം നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അവൻ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് യേശു വീണ്ടും വരികയാണ്. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം. നാം പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്, ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചു. 3, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇന്ന് രാത്രി ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. അധികം താമസിക്കാതെ തിരുസഭയെ ചേർക്കുവാൻ യേശു വീണ്ടും
വരുന്നു. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് രണ്ടാമത് പ്രത്യക്ഷപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ആ കർത്താവിന്റെ വരവിനായി നമുക്ക് എല്ലാവരും വന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാവരും വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണം, ഇന്ന് രാത്രി എന്നെ വിടുവിക്കണം, അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണമെന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. യേശു നിങ്ങളെ രക്ഷിക്കും. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, മറ്റൊരുത്തനും രക്ഷയില്ല. ആ രക്ഷകനാകുന്ന ക്രിസ്തുവിനെ ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ട് ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് വരിക. വാഗ്ദത്തം പോലെ ഇന്നിവിടെ ആകത്തന്നായിട്ടുണ്ട്, ആകൃത്യമൊക്കെയും അനുതാപത്തോ പറയുവീ. വാഗ്ദത്തം പോലെ ഇന്നിവിടെ ആകത്തന്നായിട്ടുണ്ട്, ആകൃത്യമൊക്കെയും അനുതാപത്തോ കടന്നു വന്നിടുവീ. മകത്വരാജനായി ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ ബദായി ക്രൂശിൽ മരിക്കുമല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ ബദായി ക്രൂശിൽ മരിക്കുമല്ലോ. വീണ്ടെടുക്കുവാൻ നിന്നിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ നിന്നിലയേകുവാൻ ജീവരക്തം ഏകനായി ഒരുങ്ങുമല്ലോ. ജീവരക്തം ഏകനായി രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുന്നു. മകത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടൽ. അവേ രക്ഷകനേശുവിൻ സന്നിധിയിൽ കൈയടിച്ച് ചേർന്ന് നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. അവേ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുന്നു. അവേ മകത്വരാജനായി നിന്നിലകിന്നവൻ വീടട്ടെ. അവേ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു. അവേ മകത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുന്നു. അവേ മകത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകനേശുവിൻ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഗ്ലോറി, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെ സഹകരിച്ച ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും നന്ദി, ദേശനിവാസികൾക്കും നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെട്ടത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങൾ ഉയർത്തി ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട രാജൻ മാസ്റ്റർക്കും സഭയിലെ ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.